Hello. Start ചെയ്യടാ മക്കളെ. ചാറ്റ് മാത്രം മതി. Hello. റെഡി അല്ലേടാ? യെസ്. ഹായ്. സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ റേ ഓപ്റ്റിക്സ് ആദ്യത്തെ ഭാഗം എടുത്തിരുന്നു. നമ്മൾ രണ്ടാമത്തെ ഭാഗത്തിലേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ കവർ ചെയ്ത് നിങ്ങൾക്ക് തന്നെ അറിയാം, റിഫ്രാക്ഷൻ എന്ന ഭാഗമായിരുന്നു. ഇവിടെ നമ്മൾ രണ്ട് ഭാഗങ്ങളാണ് കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പാർട്ട് 2-നകത്ത് റേ ഓപ്റ്റിക്സ് പാർട്ട് 2-ൽ ഞാൻ പറഞ്ഞിരുന്നു 1 മണിക്കൂർ ഒക്കെയുള്ള ക്ലാസ്സുകൾ വെച്ചിട്ട് ഞാനൊരു 3 ദിവസം കൊണ്ട് മാക്സിമം ഇത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതിന് രണ്ടാമത്തെ ദിവസത്തിലേക്കാണ്. ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നാളെ GIB ഉണ്ട്. ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് നിങ്ങളെന്ന് എനിക്കറിയാം. എൻഡ് ഗെയിം ഉണ്ട്. എങ്കിലും ഞാനിത് ആക്ച്വലി ഈ ഒരു ലൈറ്റ് നോക്കി ചെയ്തേക്കും ഈ മേളത്ത്. എങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ എന്താണ് ഇത് നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം മാത്രം എക്സ്ട്രാ ആയി ചെയ്യുന്നതാണ്. സമയമുള്ളപ്പോൾ കാണാം, 2x കാണാം. അതല്ല ഇപ്പോൾ കാണുന്നെങ്കിൽ ഇപ്പോൾ കണ്ടുപോകാൻ. കാര്യം ഞാൻ വളരെ പേസിലാണ് എന്ത് ചെയ്യുന്നത് പോകുന്നത്. ഇതൊരു നോർമൽ നമ്മുടെ ടൈം ടേബിളിലുള്ള ക്ലാസ്സേ അല്ല. വേണ്ടവർക്ക് മാത്രം എക്സ്ട്രാ ആയിട്ട് എന്ത് ചെയ്യുന്നതാണ്, തരുന്നതാണ്. GIB ഓഫ്ലൈനാണ്, നിങ്ങൾക്കറിയാം. ഓഫ്ലൈനായിട്ട് നാളെ ഉണ്ടല്ലോ, 7-ാം തീയതി നാളെയാണ്. ഓക്കെ, ഓഫ്ലൈനാണ്. റെഡി. സോ നമുക്ക് നോക്കാം. റേ ഓപ്റ്റിക്സിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിനകത്തുള്ളത് നമുക്ക് പറയാം. രണ്ടാമത്തെ ഭാഗത്ത് 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, നമുക്ക് TIR പഠിക്കണം, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. രണ്ടാമത്തെ പ്രിസം. എന്താണ് TIR? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ്. അതായത് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ നമ്മൾ ശ്രദ്ധിക്കണം, ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് പോയാൽ എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടത്? ഡെൻസറിൽ നിന്ന് റെയറിലേക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ പറഞ്ഞൊരു പോയിന്റ് എന്ന് പറയുന്നത്. അതായത് TIR എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ 2 മീഡിയം ഉണ്ട്, മീഡിയത്തിൻ്റെ ഇൻ്റർഫേസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഒന്ന് ഡെൻസർ മീഡിയം ആയിരിക്കും, ഒന്ന് റെയറർ മീഡിയം ആയിരിക്കും. അപ്പോൾ ഡെൻസറി എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് വേണം എന്ത് പോകാൻ വേണ്ടി? ലൈറ്റ് പോകാൻ വേണ്ടി. അങ്ങനെ ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് ലൈറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കാം മക്കളെ, ലൈറ്റ് വന്ന് വീഴുകയാണ്. നിങ്ങൾക്കറിയാം നോർമലി എന്ത് ചെയ്യും? നോർമലി റെയറിലേക്കാണെങ്കിൽ ശ്രദ്ധിക്കുക, റെയറിലേക്കാണെങ്കിൽ n കുറയും. n കുറഞ്ഞാൽ തീറ്റ കൂടും, അതായത് ഈ ആംഗിൾ കൂടും. അങ്ങനെ കൂടി ഒരു ആംഗിൾ കൂട്ടി നമ്മൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഈ ഇൻസിഡൻറ്റ് ആംഗിൾ നമ്മൾ കൂട്ടി, ഇതാണ് ഇൻസിഡൻറ്റ് ആംഗിൾ അല്ലേ? അത് കൂട്ടി ഒരു പർട്ടിക്കുലർ ആംഗിൾ ആകുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ നമ്മൾ എന്ത് ചെയ്ത ഇൻസിഡൻറ്റ് ചെയ്ത റേ തിരിച്ച് ആ മീഡിയത്തിലേക്ക് തന്നെ വരാൻ തുടങ്ങും. ആദ്യം എത്രയായിരിക്കും? 90 ഡിഗ്രി ആംഗിളിലായിരിക്കും പോവുക. ആ 90 ഡിഗ്രി ആംഗിളിലായിരിക്കും പോവുക. ആ 90 ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി, വിച്ച് മീൻസ് ദാറ്റ് അയാൾ പോകുന്നത് എങ്ങനെയാണ്? ആ രണ്ടിൻ്റെയും കൂടെ സർഫസിൽ കൂടെ ആയിരിക്കും എന്ത് ചെയ്യുക? ജസ്റ്റ് ആ 2 സർഫസിൻ്റെ ഇടയിൽ കൂടെ പോകുന്നു. ആ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ അറ്റ് വിച്ച് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഒക്കേഴ്സ്. അതായത് 100% ഇൻറ്റൻസിറ്റിയിൽ അയാൾ തിരിച്ചെന്ത് ചെയ്യും? അതേ മീഡിയത്തിലേക്ക് തന്നെ വരാൻ തുടങ്ങും. പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ഇനി ആംഗിൾ ഞാൻ കൂട്ടിക്കഴിഞ്ഞാൽ, അടുത്തൊരു കേസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, ഈ ഒരു കേസ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇയാൾ തിരിച്ചെങ്ങോട്ട് വരും? ഇങ്ങോട്ട് വരാൻ തുടങ്ങും. അതായത് അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു വരാൻ തുടങ്ങും. അപ്പോൾ അതേ മീഡിയത്തിൽ തന്നെ തിരിച്ചു വരാൻ തുടങ്ങുന്ന ആ മിനിമം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞ പോലെ എന്താണ്, സിമ്പിളി നിങ്ങളോട് ഈ പറഞ്ഞ ഒരു രീതിയിൽ തന്നെ തിരിച്ചെന്ത് ചെയ്യും? അതേ മീഡിയത്തിലേക്ക് തന്നെ വരും. ഓക്കെ, മാരത്തോൺ നമുക്ക് ലാസ്റ്റേ ഉണ്ടാവുള്ളൂ. ഇനി ആഫ്റ്റർ 22 തൊട്ട് നമുക്ക് 21 തൊട്ടായിരിക്കും ഉണ്ടാകുക. 21 തൊട്ട് 10 days ചലഞ്ച് ഉണ്ടാകും, മാരത്തോൺ ഉണ്ടാകും. ദെൻ നമുക്ക് അപ്പോഴത്തേക്ക് എൻഡ് ഗെയിം എന്ത് ചെയ്യുള്ളൂ? ഫിനിഷ് ചെയ്യുള്ളൂ. കാര്യം എൻഡ് ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ് ആപ്പിൽ. സോ അതിനിടയിൽ നമുക്ക് മാരത്തോൺ കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെ എന്ത് ചെയ്യും? നമ്മൾ 10 days കൊണ്ട് ഫുൾ സിലബസ് ഒന്നും കൂടെ തീർക്കും, മാരത്തോൺ ഉണ്ടാകും. ഇതുകൂടാണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഫുൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അതും നമ്മൾ പാരലലി എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഇനി ഉണ്ടാകുക. നെറ്റൊക്കെ റീചാർജ് ചെയ്ത് വെച്ചോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ആംഗിളാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്.
അപ്പം ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് പോകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതൊക്കെ കുറച്ച് ആശയങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞു വെച്ചിരിക്കണം. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നോക്കണം മക്കളെ. ഇതാണ് മിനിമം ഏത് ചെയ്യുക, TIR തുടങ്ങുന്ന ആംഗിൾ എന്ന് പറയുന്നത്, അഥവാ ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ ഇത് ഡെൻസർ ആണ്, ഇത് റെയറർ ആണ്. ഇനി ഇവിടെ നോക്കൂ, ഇത് 90 ഡിഗ്രി അല്ലടാ മക്കളെ, ഇത് IC അല്ലേ. ഇവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുക, ഈ റിഫ്രാക്ഷനുള്ള സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുക. ഡിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻറ്റു അല്ലേ സൈൻ ഓഫ് ദാറ്റ് ആംഗിൾ, ND ഇൻറ്റു സൈൻ IC ഇസ് ഈക്വൽ ടു NR ഇൻറ്റു സൈൻ 90 ഈക്വൽ ടു NR ഇൻറ്റു സൈൻ 90. സൈൻ 90 എന്ന് പറഞ്ഞാൽ 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടും ക്രിട്ടിക്കൽ ആംഗിൾ അല്ലേ, സൈൻ IC ഈക്വൽ ടു NR/ND. ഇതാണ് വേണ്ട ഇക്വേഷൻ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് നോക്കാം, ND/NR ആണോ NR/ND ആണോ എന്നൊരു സംശയം ഉണ്ടാകും. ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല. കാരണം സൈനിൻ്റെ ഏറ്റവും മാക്സിമം വാല്യൂ 1 ആണ്. 1ൽ താഴെയാണ് സൈനിൻ്റെ എല്ലാ വാല്യൂസും അല്ലേ. അപ്പോൾ 1ൽ ബാക്കിയുള്ള വാല്യൂസ് എല്ലാം. അപ്പോൾ 1ൽ താഴെ വരണമെങ്കിൽ സ്വാഭാവികമായും റെയറർ ബൈ ഡെൻസർ അല്ലേ, ചെറുത് ബൈ വലുത് ഡിവൈഡ് ചെയ്താലേ അല്ലേ, താഴെയുള്ളത് വലുതായാൽ മാത്രം, ഡെൻസർ ആയാൽ ഇത് ചെറുതായാൽ മാത്രമേ ചെറുത് ബൈ വലുത് ഫ്രാക്ഷൻ 1ൽ താഴെയുള്ളൂ. അപ്പം സൈൻ ICക്ക് ഒരു സംശയവും വേണ്ട. സൈൻ IC ഈസ് ഈക്വൽ ടു NR/ND. NR/ND ഇത് മനസ്സിൽ വെച്ചേക്കണം. NR/ND, റെയറർ ബൈ ഡെൻസർ, റെയറർ ബൈ ഡെൻസർ, റെയറർ ബൈ ഡെൻസർ. ബയോളജി ഉൾപ്പെടെ ഉണ്ടാകും. രാവിലെ ഫിസിക്സും ബോട്ടണിയും, ഉച്ച കഴിഞ്ഞ് സുവോളജിയും കെമിസ്ട്രിയും, അങ്ങനെയായിരിക്കും. ഡെയിലി 8 പാഠം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, 10 ദിവസം കൊണ്ട് 80 പാഠം തീർക്കും. രാവിലെ 4, വൈകിട്ട് 4 എന്നുള്ള രീതിയിൽ റിവിഷൻ പോലെയാണ്, ഒരു റൗണ്ട് പഠിച്ചു കഴിഞ്ഞിട്ടാണ്. സോ അങ്ങനെയായിരിക്കും നമ്മളത് തീർക്കുക. ഓക്കെ, റെഡി, ഡൺ. വാടാ ഇവിടെ ശ്രദ്ധിക്കാം, നമുക്ക് മുമ്പോട്ട് പോവുകയാണ്. റെഡി. അപ്പോൾ റെയറർ ബൈ ഡെൻസറായി അല്ലേ. ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഇതാണ്, നോക്കാം. അതായത് ഈ കേസിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ പറഞ്ഞത് റെയറും ഡെൻസറും എന്ന ടേമിലാണ്. മിക്കപ്പോഴും അങ്ങനെ ആയിരിക്കത്തില്ല. എയറും വാട്ടറും ആയിരിക്കാം, അല്ലെങ്കിൽ എയറും ഒരു ഗ്ലാസും ആയിരിക്കാം. അപ്പം എയർ ഇവിടെ എന്തായിരിക്കാം, ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N ആയിരിക്കാം. അത് വാട്ടർ ആവാം, ഗ്ലാസ് ആവാം, എന്തും ആകാം. ഇതാണ് എന്ത്, ക്രിട്ടിക്കൽ ആംഗിൾ IC. ക്രിട്ടിക്കൽ ആംഗിൾ എന്ത്, IC എന്ന് പറയുന്നത്. നോക്കാം. സോ N ഇൻറ്റു സൈൻ IC ഇസ് ഈക്വൽ ടു, ഇവിടെ ക്രിട്ടിക്കൽ NR എന്ന് പറയുന്നത് 1 ആണ്. അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ എഴുതാം. നിങ്ങൾ സൈൻ IC പഠിച്ചു കഴിഞ്ഞു. എന്താ ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ സൈൻ IC എന്ന് പറഞ്ഞാൽ NR/ റെയറർ ബൈ ഡെൻസർ ആണ്. ഇവിടെ റെയറർ എന്ന് പറയുന്നത് എയർ ആണ്, ഡെൻസർ എന്ന് പറയുന്നത് N ആണ്. അപ്പോൾ സൈൻ ICയുടെ ഇക്വേഷൻ കിട്ടും 1/N. അപ്പോൾ എയർ ആണെങ്കിൽ മാത്രമാണ് അത് 1/N ആകുന്നത്. അപ്പം ക്രിട്ടിക്കൽ ആംഗിളിൽ 2 ഇക്വേഷൻ ആണുള്ളത്. സൈൻ IC എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ പഠിച്ചു പോകണം മക്കളെ, ഞാൻ പറയുന്ന പോലെ തന്നെ പഠിച്ചു പോവുക. സൈൻ ICക്ക് 2 ഇക്വേഷൻ ആണുള്ളത്. ഒന്ന് NR/ND ആയിരിക്കും. അത് തന്നെ നമ്മളിപ്പം ഒരു കേസ് ആയിട്ട് എടുത്താൽ, കേസ് 1 എന്ന് പറഞ്ഞെടുത്താൽ, ഇഫ് ഏതാണ്, NR എന്ന് പറയുന്നത് എയർ ആണ്, ND എന്ന് പറയുന്നത് N ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് സൈൻ IC എന്ന് പറയുന്നത് 1/N എന്നാകുക, 1/N എന്ന് ആകുക. റെഡിയല്ലേ? സോ ഇതാണ് നമ്മളവിടെ നോക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ മുമ്പോട്ട് പോകുകയാണ്, ശ്രദ്ധിക്കുക. അപ്പം ഇത്രയുമാണ് നമ്മളവിടെ പഠിച്ചത്. ഐ തിങ്ക് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് തോന്നുന്നു. NR/ND ആണ്. ഈ പറഞ്ഞ പോലെ ഏതാണ്, സൈൻ IC NR/ND ആണ്, 1/N എന്ന് കിട്ടും. ഇനി അടുത്ത ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോകാൻ വേണ്ടി പോകുന്നത്. അപ്പം നിങ്ങൾ ഒന്ന് പറഞ്ഞു തന്നേടാ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഒരു പർട്ടിക്കുലർ വാല്യൂ ആയാൽ അതിനെ നമുക്ക് വിളിക്കാം എന്ത്, ക്രിട്ടിക്കൽ ആംഗിൾ ആയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ വേണ്ടി തുടങ്ങും അല്ലേ. ആ ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ ഇക്വേഷൻ ആണ് നമ്മൾ പഠിച്ചത്. സൈൻ IC ഈസ് ഈക്വൽ ടു NR/ND, ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ IC ഈക്വൽ ടു 1/N. ഓക്കെ, ഇത്രയും പഠിച്ചു. ഇനി എപ്പോഴാണ് ഇനി TIR നടക്കാൻ സാധ്യതയുള്ള, ഈ ആംഗിളിനേക്കാൾ കുറയുമ്പോഴാണോ ഈ ആംഗിളിനേക്കാൾ കൂടുമ്പോഴാണോ? അതാണ് ഇനി അടുത്ത നിങ്ങൾ പറഞ്ഞു തരേണ്ടത്. അപ്പം നിങ്ങൾ സിമ്പിളി ഓർത്താൽ മതി. നോക്കടാ, ഈ ആംഗിൾ ആണെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും നമ്മൾ പറഞ്ഞു. ഈ ആംഗിളിൽ കൂടിയാൽ അയാൾ എന്ത് ചെയ്യും, താഴേക്ക് വരും. ഈ ആംഗിളിൽ കൂടിയാൽ. അപ്പോൾ എപ്പോഴാണ് TIR നടക്കുന്നതെന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ ആംഗിൾ, ഒരു ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുമ്പോഴോ കുറയുമ്പോഴോ? കൂടുമ്പോൾ. റെഡിയല്ലേ? അപ്പം ദി ആംഗിൾ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ IC വരുമ്പോഴാണ് അല്ലേ TIR ഒക്കേഴ്സ്. അതിനേക്കാൾ കുറഞ്ഞാൽ പറ്റില്ല. അപ്പൊ സൈൻ I ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ IC. അല്ലേ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയാലും മതി TIR നടക്കാൻ അല്ലേ.
അപ്പം സൈൻ ഐ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ അല്ലെ ഐ നമ്മൾ എടുക്കുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ സിയേക്കാൾ കൂടണം. ദിസ് ഇസ് എ കണ്ടീഷൻ ഫോർ TIR. അപ്പൊ സൈൻ ഐ എന്ന് പറയുന്നത് എന്തിനേക്കാൾ കൂടണം? സൈൻ ഐ സിയേക്കാൾ കൂടണം. സൈൻ ഐ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ ഐ സി ആയിരിക്കണം. വാട്ട് ഈസ് ദിസ് സൈൻ ഐ സി? സൈൻ ഐ സി എന്ന് പറഞ്ഞാൽ ആരാ? NR/ND. അപ്പൊ നമുക്ക് പറയാം സൈൻ ഐ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു NR/ND. ഇതാണ് കണ്ടീഷൻ ഫോർ TIR. ഏത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിലാണ്? ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ TIR നടക്കുമോ ഈ ഇന്റർഫേസിൽ എന്ന് ചോദിച്ചാൽ ചെക്ക് വെദർ ദി സൈൻ ഐ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു NR/ND ആണോ എന്ന്. അല്ലെ NR/ND ആണോ? NR/ND ആണ് സൈൻ ഐ സി എന്ന് നിങ്ങൾക്ക് അറിയാം, അത് സംശയമില്ല. റെയർ ബൈ ഡെൻസർ ആണ് സൈൻ ഐ സി. സൈൻ ഐ സിയേക്കാൾ കൂടണം സൈൻ ഐ. നമ്മൾ കൊടുത്ത ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് സൈൻ ഐ. സോ സൈൻ ഐ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു NR/ND എന്ന് പറയാം. ഇത് ഞാൻ ഒന്നും കൂടെ ആ കേസ് 1ന്റെ പോലെ എഴുതുകയാണ്. അവിടെ NR എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എയർ ആണ്, ND എന്ന് പറയുന്നത് N ആണെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും സൈൻ ഐ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/N ഓർ N ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/sin A എന്നും പറയാം, 1/sin I എന്നും പറയാം. ഒരു പർട്ടിക്കുലർ ആംഗിൾ ഇങ്ങനെ ചോദിക്കും, ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ഏത് N വാല്യൂവിനാണ് TIR നടക്കുന്നത്? N ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/sin I ആയിരിക്കും. N ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/sin I ആയിരിക്കും അത് നടക്കുക. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ മക്കളെ? ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? N ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/sin I. N ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/sin I. റെഡിയാണോ? ഓക്കെ അല്ലേ? ഈ പറഞ്ഞ കാര്യങ്ങൾ റെഡിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം മക്കളെ, ചോദ്യത്തിലേക്ക് പോവാം. റെഡി? നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. First question. For a total internal reflection to take place, the angle of incident I and refractive index of the medium must satisfy the inequality. ഇതിനകത്ത് ഏതാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്നുള്ളതാണ്. It is very clear that for TIR to occur, the sin I minimum അത് sin IC എങ്കിലും ആയിരിക്കണം അല്ലേ? sin I അല്ലേ ആയിരിക്കണം. NR/ND എന്നാണ് ഇക്വേഷൻ. IC അല്ലേ? sin IC. സോ അതർവൈസ് നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് sin I ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു sin IC ആയിരിക്കണം. അഥവാ sin I ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു NR/ND ആയിരിക്കണം. ബട്ട് എപ്പോഴും റെയർ ഡെൻസർ ഉണ്ടാവില്ല. റെയർ എന്ന് പറയുന്നത് എപ്പോഴും എയർ ആവാനാണ് സാധ്യത. ഇത് N-ഉമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ we can tell that sin I should be greater than or equal to 1/N എന്ന് പറയാം, or N should be greater than or equal to 1/sin I എന്ന് പറയാം. N should be greater than or equal to 1/sin I. 1/sin I എന്തായിരിക്കണം? ലെസ് ദാൻ മ്യൂ ആയിരിക്കണം, അഥവാ മ്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/sin I ആയിരിക്കണം. ഒന്നാമത്തതാണ് ഉത്തരം എന്ന് പറയുന്നത്. റെഡിയല്ലേ മക്കളെ? റെഡിയാണ്. ഓക്കെ. അടുത്ത TIR ഇൻ മൾട്ടിപ്പിൾ മീഡിയത്തിലെ TIR. നമ്മൾക്ക് TIR അതായത് നമ്മൾ മൾട്ടിപ്പിൾ മീഡിയത്തിൽ നമ്മുടെ സെൽസ് ലോ അപ്ലൈ ചെയ്ത പോലെ തന്നെ N × sin θ ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പം ഒരു മീഡിയത്തിൽ വെച്ച് TIR നടന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആംഗിൾ 90 എന്നിടാം. പറഞ്ഞു മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ പറയാം. ഇവിടെ നിങ്ങൾ നോക്കിയും ഇവിടെ നിങ്ങൾക്ക് അറിയാം θ1 ആണ് അല്ലേ? θ1 ഇത് θ2 ആണ്, ഇത് θ2 ആണ്, ഇത് θ3 ആണ്. സോറി, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇത് θ1 ഇത് θ2, ഇത് θ2 ആയാലേ ഇത് രണ്ട് പാരലൽ ലൈൻസ് ആകുമ്പോൾ അതിനെ കട്ട് ചെയ്യുന്ന ഈ ആംഗിളും ഈക്വൽ ആവുള്ളൂ. ഇത് θ3 ഇത് θ3, θ4 ഇത് 90 ഡിഗ്രി എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് N × sin θ എവിടെ വേണേലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ N1 × sin θ1 is equal to N2 × sin θ2 is equal to N3 × sin θ3. അങ്ങനെ ഇക്വേറ്റ് ചെയ്ത് പോയിട്ട് N5 വരുന്നിടത്ത് sin 90 എന്ന് കിട്ടും. പറഞ്ഞു മനസ്സിലായി? N5 വരുന്നിടത്ത് sin 90 എന്ന് കിട്ടും. ബിക്കോസ് അവിടെ എന്താണ്? അവിടെ TIR സംഭവിച്ചു. അപ്പോൾ ഒരു മീഡിയത്തിൽ, മൾട്ടിപ്പിൾ മീഡിയത്തിൻ്റെ കേസിൽ ഒരു മീഡിയത്തിൽ വെച്ച് TIR നടന്നു എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ആംഗിൾ 90 ഡിഗ്രി എന്ന് ഇടാം. അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാത്രമേ വരുള്ളൂ, sin 91 എന്നാകും. അത്രയേ ഉള്ളൂ മൾട്ടിപ്പിൾ മീഡിയത്തിൻ്റെ കേസ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇതാണ് ചോദ്യം. നോക്കാം. എ ലൈറ്റ് ബീം ഈസ് ട്രാവലിംഗ് ഫ്രം റീജിയൻ 1 to 4, 1 നിന്ന് 4 പോകുകയാണ്. The refractive index in the region 1 to 4 are N0, N0/2, N0/6, N0/8 respectively. The angle of incident theta for which the beam just misses entering the region 4. അതായത് region 4ൽ എൻ്റർ ചെയ്യുന്നില്ല മീൻസ് at that interface എന്ത് സംഭവിച്ചു? TIR occurs. അപ്പോൾ ഇവിടെ വന്നിട്ട് അയാൾ എന്ത് ചെയ്തു? ഇവിടെ വന്നിട്ട് അയാൾ TIRന് വിധേയമായി.
ജസ്റ്റ് TIR നടന്നു. അപ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യാം. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് തീറ്റയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കറിയാം അവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N0 ആണ്, അവിടുത്തെ ആംഗിൾ സൈൻ തീറ്റയാണ്. ഈ അവസാനം വന്നെടുത്ത റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N0/8 ആണ്, അവിടുത്തെ ആംഗിൾ സൈൻ 90 ആണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻറ്റു സൈൻ ഓഫ് ദാറ്റ് ആംഗിൾ, ആ മീഡിയത്തിന്റെ അടുത്ത മീഡിയത്തിന് ഇക്വേറ്റ് ചെയ്യാം N0 ഇൻറ്റു സൈൻ തീറ്റ, അടുത്ത N ഇൻറ്റു സൈൻ തീറ്റ, N ഇൻറ്റു സൈൻ തീറ്റ, N ഇൻറ്റു സൈൻ തീറ്റ ഇക്വേറ്റ് ചെയ്ത് വരുമ്പോൾ അവസാനം അവർ പറയാണ് ആ മീഡിയത്തിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സംഭവിച്ചു, സോറി TIR റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ആ മീഡിയത്തിൽ TIR സംഭവിച്ചു അല്ലേ, ലാസ്റ്റ് റീജിയൻ നമ്പർ 4. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, N0/8 എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യണ സൈൻ 90 ആണ്, അത് 1 ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലായി ഇത് 1 ആണ്, ഇതും കട്ട് ചെയ്ത് പോകും. അപ്പോൾ അവിടുന്ന് കിട്ടും സൈൻ തീറ്റ ഈക്വൽ ടു 1/8 എന്ന്, അഥവാ തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/8. സൈൻ ഇൻവേഴ്സ് 1/8. റെഡി? ഓക്കെ അല്ലേ? ഡൺ. അടുത്ത ആപ്ലിക്കേഷൻ ഓഫ് TIR ആണ്. അതിൽ ഒന്ന് ആപ്ലിക്കേഷൻ ഓഫ് TIR 4-5 തന്നിട്ട് ഇത് ഏതിൻ്റെ ആപ്ലിക്കേഷൻ അല്ലാത്തത് ഏതാണ്, ഓഡ് വൺ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് TIR, ഇതൊക്കെ വേണമെങ്കിൽ എടുത്ത് ചോദിക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഓഫ് TIRൽ വരുന്ന ആളുകൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഒപ്റ്റിക് ഫൈബർ ആണ് ഒന്ന്. 2 വിഷൻ ഓഫ് അക്വാറ്റിക് ഓർഗാനിസംസ് അല്ലേ, അക്വാറ്റിക് ഓർഗാനിസം അല്ലെ ഫിഷ് എന്ന് പറയാം പെട്ടെന്ന്, ഫിഷ് അല്ലേ, വിഷൻ ഓഫ് ഫിഷ്. ദെൻ ഒപ്റ്റിക് ഫൈബർ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിറാഷ് അല്ലേ, മിറാഷ് അതായത് നമ്മൾ ഈ ചൂടുള്ള റോട്ടിൽ കൂടെ പോകുമ്പോഴത്തേക്കും അല്ലേ, അല്ലെങ്കിൽ മറ്റേ ഈ ഡെസേർട്ടിലൊക്കെ പോകുമ്പോൾ വെള്ളം പോലെ തോന്നും, വെള്ളമല്ല ആക്ച്വലി, ദാറ്റ് ഈസ് ഡ്യൂ ടു TIR ആണ്, ടോട്ടൽ ഇന്റർ റിഫ്ലക്ഷൻ കൊണ്ടാണ്. ദെൻ ഇത്രയുമാണുള്ളത് ബേസിക്കലി. അതിനകത്ത് ആപ്ലിക്കേഷൻസ് ആണുള്ളത്. പിന്നെ ബ്രില്യൻസ് ഓഫ് ഡയമണ്ട് അല്ലേ, ഡയമണ്ടിൻ്റെ ബ്രില്യൻസിൻ്റെ കാരണവും TIR ആണ്, ബ്രില്യൻസ് ഓഫ് ഡയമണ്ട്. ഓഫ് കോഴ്സ് യു നോ അല്ലേ, അതിനകത്തേക്ക് ലൈറ്റ് കയറി കഴിഞ്ഞാൽ അവിടെ വെച്ച് TIR സംഭവിക്കുന്നതാണ്, ബ്രില്യൻസ് ഓഫ് ഡയമണ്ടും ഇതിന് കാരണമാകുന്നു. ഓക്കെ, സോ അപ്പോൾ ഇതാണ് TIRൻ്റെ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇപ്പം 3 ഓപ്ഷൻസ് അവർക്ക് ഉണ്ടാക്കാം, ഇത് 3 വെച്ചിട്ട് 3 ഓപ്ഷൻസ് ഉണ്ടാക്കാം. 4ാമത്തത് വേറൊരെണ്ണം തരാം, ഏതെങ്കിലും ഒരെണ്ണം അല്ലാതെ തരാം. അപ്പം ഇതിനകത്ത് അങ്ങനെയും എന്ത് ചെയ്യുക, 3 ഓപ്ഷൻസ് അവർക്ക് ഉണ്ടാക്കാം, 4ാമത്തെ വേറെ തരാമെന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് അതിനകത്ത് ഓഡ് വൺ ഔട്ട് ആയിരിക്കും എന്ത് ചെയ്യുക, വേറൊരെണ്ണത്തിന് ആപ്ലിക്കേഷൻ എടുത്തിട്ട് ഇത് 3 അതിനകത്ത് ഓപ്ഷൻസ് ആയിട്ട് തരാം. ഇപ്പം ബ്ലൂ കളർ ഓഫ് സ്കൈ സ്കാറ്ററിംഗ് ആണ്, പക്ഷെ 3 ഓപ്ഷൻ ഇത് തരാം. അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു എന്ത് ചെയ്യാം ചോദ്യങ്ങളിൽ ഈ ഒരു 3 ഓപ്ഷൻസിനെ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് TIR ഓർത്ത് വെക്കണം. അതിൽ എനിക്ക് പ്രത്യേകിച്ച് നോക്കാനുള്ള സാധനം എന്ന് പറയുന്നത് ഇതാണ്, അതായത് ഒപ്റ്റിക് ഫൈബറിനെ കുറിച്ചാണ്. ഒപ്റ്റിക് ഫൈബർ എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒപ്റ്റിക് ഫൈബറിനകത്ത് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് കോറും ഉണ്ട്, പുറത്തുള്ള ക്ലാഡിങ്ങും ഉണ്ട്, കോർ ആൻഡ് ക്ലാഡിങ്. അപ്പം നമുക്കറിയാം കോറിൽ നിന്ന് ക്ലാഡിങ്ങിലേക്ക് പോകുമ്പോൾ TIR സംഭവിക്കണം. കോറിൽ നിന്ന് എങ്ങോട്ട് പോകുമ്പോഴാണ്, കോറിൽ നിന്ന് ക്ലാഡിങ്ങിലേക്ക് പോകുമ്പോൾ തിരിച്ച് TIR സംഭവിക്കണം. ഇങ്ങനെ ഇവിടെ ഇടിച്ച് TIR ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. ഏത് TIR സംഭവിച്ച. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ആരാണ് ഡെൻസർ, ആരാണ് റെയർ എന്ന് മനസ്സിലാക്കണം. എപ്പോഴും TIR സംഭവിക്കുക ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് പോകുമ്പോഴാണ്. അപ്പോൾ TIR സംഭവിക്കണമെങ്കിൽ മിനിമം ക്രൈറ്റീരിയ നമ്മൾ പറഞ്ഞെന്താ, ലൈറ്റ് ഷുഡ് ട്രാവൽ ഫ്രം എവിടെ നിന്ന് എങ്ങോട്ട്, ഡെൻസർ ടു റെയറിലേക്ക് വേണം ട്രാവൽ ചെയ്യാൻ. അപ്പോൾ ഡെൻസർ എന്ന് പറയുന്ന കോർ അഥവാ ഇവിടെ കേസിൽ ഗ്ലാസ് ആയിരിക്കും, അത് റെയർ എന്ന് പറയുന്ന ഔട്ടർ ആയിട്ടുള്ള ആരായിരിക്കും, ക്ലാഡിംഗ് ആയിരിക്കും, ക്ലാഡിംഗ്. അപ്പം ക്ലാഡിംഗ് എന്ന് പറയുന്ന റെയർ ആയിരിക്കും, ഗ്ലാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഗ്ലാസ് എന്ന് പറയുന്നത്, കോർ എന്ന് പറയുന്നത് അവിടെ ഡെൻസർ ആയിരിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ട്രാവൽസ് ഫ്രം ഡെൻസർ ടു റെയർ വരുമ്പോൾ മാത്രമാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്, TIR സംഭവിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ചോദ്യങ്ങളായിട്ട് ഫ്രെയിം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ ചോദ്യം വരുന്നത് അത് ജസ്റ്റ് നമുക്ക് അങ്ങനെ ഡെറിവേഷൻ ഒന്നും NCERT ഇല്ല, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ഓൺ ആയിട്ട് നിങ്ങളോടൊന്നും പറയുകയാണ്. ആ പ്രൂഫിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, സമയമില്ല നമുക്ക്. ഇവിടെ ആ ആംഗിൾ ഇവിടെ TIR സംഭവിക്കുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ല ഇവിടെ ചോദിക്കുക, അതായത് ഈ പറഞ്ഞ ആംഗിൾ ആയിരിക്കത്തില്ല ചോദിക്കുക, പകരം ഈ ആംഗിൾ ചോദിക്കും, മാക്സിമം ആംഗിൾ. അതായത് ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് ഒരു ലൈറ്റ് എൻ്റർ ചെയ്യുന്ന മാക്സിമം ആംഗിൾ ആൽഫ മാക്സ് ചോദിക്കാം, മാക്സിമം. അതിൽ താഴെയായാൽ മാത്രമേ TIR അവിടെ സംഭവിക്കുകയുള്ളൂ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് നമ്മുടെ എന്തല്ല, ക്രിട്ടിക്കൽ ആംഗിൾ അല്ല.
ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുന്ന ആംഗിൾ ആണ് നമ്മളിവിടെ പറയുന്ന ആൽഫ എന്ന് പറയുന്നത്. അതായത് എയറിൽ നിന്ന് ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക്. ഇവിടെയല്ല TIR സംഭവിക്കുന്നത്. TIR സംഭവിക്കുക ഓഫ് കോഴ്സ് ഇവിടെ വെച്ചായിരിക്കും TIR എന്ത് ചെയ്യുക സംഭവിക്കുക. മനസ്സിലായോ? സോ ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഇതാണ് IC. അതല്ല നമ്മൾ പറയുന്നത്. ഇത് ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് എൻ്റർ ചെയ്യുന്ന ആംഗിൾ ആയ ആൽഫ മാക്സിമം, ദാറ്റ് ഈസ് എ മാക്സിമം ആംഗിൾ ആണ് അവിടെ ആൽഫ എന്ന് പറയുന്നത്. അതിപ്പോൾ തൽക്കാലം മനസ്സിലാക്കാം. ആ ആൽഫ മാക്സ് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അത് നീറ്റിനൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല, എങ്കിലും ഞാനൊന്ന് പറയണം. ആൽഫ മാക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് അല്ലേ, ആൽഫ മാക്സ് ഷുഡ് ബി ഈക്വൽ ടു ഓർ ലെസ് ദാൻ ആയിരിക്കണം അല്ലെ, മാക്സിമം ആണ്. അപ്പം സ്വാഭാവികമായി നിങ്ങൾക്കറിയാം ഈക്വൽ ടു ഓർ ലെസ് ദാൻ ആയിരിക്കണം. കോസ് ഇൻവേഴ്സ് റൂട്ട് ഓഫ് ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ സ്ക്വയർ മൈനസ് ക്ലാഡിങ്ങിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ സ്ക്വയർ. ആൽഫ മാക്സ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് റൂട്ട് ഓഫ് NG² മൈനസ് NC². ഓക്കെ, കോസ് ഇൻവേഴ്സ് ഇൻറ്റു റൂട്ട് ഓഫ് NG² മൈനസ് NC². റെഡിയാണോ? അത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കേസാണ്. റെഡി? അടുത്ത നോക്കിയപ്പം അങ്ങനെയാണെങ്കിൽ ഇതാണ് അവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഇതൊരു ഒപ്റ്റിക്കൽ ഫൈബർ ബേസ് ചെയ്തിട്ട് തന്നെയുള്ളൊരു ചോദ്യമാണ്. എ ട്രാൻസ്പെറൻറ്റ് സോളിഡ് സിലിണ്ടർ ഗ്ലാസ് റോഡ് ഹാസ് എ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 2/√3. അപ്പോൾ ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2/√3 ആണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ എയർ. എ ലൈറ്റ് റേസ് ഇൻസിഡൻറ്റ് അറ്റ് എ മിഡ് പോയിന്റ് ഓഫ് one end of the rod as shown in the figure. അല്ലേ, the incident angle theta for which the light ray grazes along the wall of the rod. അപ്പം ഇത് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇത് ഒപ്റ്റിക് ഫൈബർ ആണെന്നൊരു സംശയം വരും. ഇതൊരു ഒപ്റ്റിക് ഫൈബർ പോലെ തന്നെ എടുക്കാം. കാരണം ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡെൻസർ ആണ് 2/√3. 2/√3 എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതലാണ്. 2/1.73 മോർ ദാൻ 1 ആയിരിക്കും. അപ്പം അല്ലേ, 2/2 ആണ് 1.73 എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും 1ൽ കൂടുതലായിരിക്കും. പുറത്തുള്ള എയർ 1 ആയിരിക്കും. അപ്പോൾ ഒരു ഡെൻസറും വന്നു, ഒരു റെയറും വന്നു. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഈ ആൽഫ എത്രയാണെന്നുള്ളത് തന്നെയല്ലേ, ആൽഫ നമ്മൾ പഠിച്ച ആൽഫ തന്നെയാണത്. സോ ദാറ്റ് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് റൂട്ട് ഓഫ് ഡെൻസറിൻ്റെ സ്ക്വയർ 2/√3 അല്ലേ. ഗ്ലാസിൻ്റെ അകത്ത് വരുന്ന ഗ്ലാസ് ആയിരുന്നു, അവിടെ പുറത്ത് ക്ലാഡിങ് എന്ന് പറയുന്നത് ഇവിടെ എയർ തന്നെയാണ്. സോ 1². സോ ഇതാണ് അവിടെ ഉത്തരം വരിക. കോസ് ഇൻവേഴ്സ് റൂട്ട് ഓഫ് 4/3 മൈനസ് 1. സോ കോസ് ഇൻവേഴ്സ് 1/√3 എന്ന് കിട്ടും. കാര്യം 4/3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 4 മൈനസ് 3/3 ആണ്. ദാറ്റ് ഈസ് 1/3 ആണ്. 1/√3 എന്ന് കിട്ടും. കോസ് ഇൻവേഴ്സ് 1/√3, ദാറ്റ് ഈസ് ദി ആൻസർ. ഐ തിങ്ക് അവിടെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ദിസ് ഈസ് കോസ് ഇൻവേഴ്സ് ആണ്. റെഡി? അതൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് മക്കളെ. ഐ എം സോറി. കോസ് ഇൻവേഴ്സ് സൈനിലേക്ക് മാറ്റണോ? നമുക്ക് നോക്കാം, സൈനിലേക്ക് മാറ്റി നോക്കാം. സൈൻ ഉണ്ടോ നോക്കാം അല്ലേ. നോക്കടാ, നമുക്ക് സൈനിലേക്കൊന്ന് മാറ്റി നോക്കാം. കോസ് കാണുന്നില്ല, ചിലപ്പോൾ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആകാം. ഒന്നെങ്കിൽ നമുക്ക് സൈനിലേക്ക് മാറ്റി നോക്കാം. കാര്യം കോസിനെ എങ്ങനെയാണ് സൈനിലേക്ക് മാറ്റി? ഇതൊരു IIT ക്വസ്റ്റ്യൻ ആണ്, ജെയ്മേൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നോക്കാം, മാറ്റി നോക്കാം. ഓക്കെ, റെഡി. കോസ് ആയതെന്നാണ് എൻ്റെ ഓർമ്മ. നമുക്ക് നോക്കാം. റെഡി? കോസ് എന്ന് പറഞ്ഞാൽ ആരാടാ അല്ലേ, √3 ഹൈപ്പോട്ടന്യൂസ് അല്ലേ. ഇതാണ് ആംഗിൾ എങ്കിൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പം നമുക്കിനി ഇത് വേണം. അത് കിട്ടാൻ വേണ്ടി എന്താ ചെയ്യുക അല്ലേ. അത് നിങ്ങൾക്കറിയാം, റൂട്ട് ഓഫ് അല്ലേ. സ്വാഭാവികമായും ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റ് കിട്ടാൻ വേണ്ടി റൂട്ട് ഓഫ് ഇത് മിനിമം മാക്സ് അറിയണം, എന്നാലേ പറ്റുള്ളൂ. √3 the whole square minus 1². That is root of 3 minus 1. That is √2 എന്ന് കിട്ടും. അപ്പോൾ ഇത് √2 ആണ്. അങ്ങനെയാണെങ്കിൽ സൈൻ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് എന്തായിരിക്കും? സൈൻ ഇൻവേഴ്സ് √2/√3 ആയിരിക്കും. √2/√3 ആയിരിക്കും. അങ്ങനെ ഒരു ഓപ്ഷനും കാണുന്നില്ല. അപ്പം അത് കോസ് തന്നെയായിരിക്കും. റെഡി? ഞാനിത് കോസ് ആക്കാണ്. കോസ് ഇൻവേഴ്സ് 1/√3. അല്ലേടാ? ഓക്കെ, റെഡി അല്ലേ മക്കളെ? ഒരു സെക്കൻഡ് മക്കളെ, ഐ എം റിയലി സോറി. സൈൻ ഇൻവേഴ്സ് അല്ലേ, ഐ എം റിയലി സോറി.
ഐ എം റിയലി സോറി. പ്രൂഫ് ചെയ്യണോ? സോറി, സൈൻ ഇൻവേഴ്സ് ആണല്ലേ. സോറി സൈൻ ഇൻവേഴ്സ്. പ്രൂഫിലേക്ക് പോകണോ? വേണ്ടല്ലോ. സൈൻ ഇൻവേഴ്സ് ആണേ, റിയലി സോറി. ഓക്കെ, സൈൻ ഇൻവേഴ്സ് ഇല്ലടാ, അത് പറ്റൂലടാ. അത് ആ ആംഗിൾ അല്ലല്ലോടാ ചോദിച്ചിരിക്കുന്നത്. ഒരാൾ ചോദിച്ച ചോദ്യം സൈൻ ഐ സി ഈക്വൽ എൻ സി ബൈ, അത് ഇവിടുത്തെ ക്രിട്ടിക്കൽ ആംഗിൾ കിട്ടുമ്പോഴല്ലേ. ക്രിട്ടിക്കൽ ആംഗിൾ ഇവിടെ ഇല്ലല്ലോടാ, ഇവിടെ ഉള്ളത് പുറത്തെ ആംഗിൾ ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ആണ്. ഐ എം റിയലി സോറി. സൈൻ ഇൻവേഴ്സ് തന്നെയാണ്. ആ ആംഗിൾ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. സൈൻ ഇൻവേഴ്സ് 1/√3 തന്നെ വരും. ആ പ്രൂഫിലേക്ക് ഞാൻ പോവാത്തതാണ്. പ്രൂഫ് ഞാൻ വേണ്ടവർ ജസ്റ്റ് ഒന്ന് പേൾ വീഡിയോയിൽ നോക്കിയാൽ മതി, അതിൽ ചെയ്തിട്ടുണ്ട്. റെഡി, സൈൻ ഇൻവേഴ്സ് ആണ്. ഐ എം സോറി റൈറ്റ്. ഐ എം സോറി. കോസ് അങ്ങനെ എൻ്റെ മനസ്സിൽ വന്നത് എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരാറില്ല. ദെൻ വൈ. പോകാം, മുമ്പോട്ട് പോകാടാ, മുമ്പോട്ട് പോകാം. തുടങ്ങാം. റെഡിയല്ലേടാ? ഓക്കെ, സൈൻ ഇൻവേഴ്സ് ആണ്. അപ്പം ഇത്രയേ ഉള്ളൂ. അവിടെ ആകെ ഓർക്കേണ്ട കാര്യം ഇത്രയും മാത്രമേ ഉള്ളൂ. ഐ എം റിയലി സോറി. അതായത് അകത്ത് ഗ്ലാസ്, പുറത്ത് ക്ലാഡിംഗ് ആണ്. ഈ ആംഗിൾ മാക്സിമം ആംഗിൾ ആയിരിക്കും. ആ ആൽഫ മാക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി സൈൻ ഇൻവേഴ്സ്, വൈ നോട്ട് കോസ് മാൻ, സൈൻ ഇൻവേഴ്സ് വൈ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എനിക്ക് കിട്ടുന്നില്ല. എൻ്റെ മനസ്സിൽ നിന്ന് ആ സാധനം പോകുന്നില്ല. കോസിനെ ഞാൻ അറിയാണ്ട് സ്നേഹിച്ചു പോയി. ഇനി ചെയ്യില്ല. ng² - nc² ആയിരിക്കും. വീണ്ടും കോസ് വരുന്നു. വൈ ബാ തുടങ്ങാം. രാവിലെ എഴുന്നേൽക്കുന്നില്ല അല്ലേ? രാവിലെ എഴുന്നേറ്റിട്ട് കുറച്ച് നാളായി. പക്ഷേ ഞാൻ എഴുതിയതും അങ്ങനെ തന്നെയായിരുന്നു തോന്നുന്നു. രാത്രിയായിപ്പോയി. സോ സൈൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് ng² - nc². അതൊന്ന് ഓർത്ത് വെച്ചേക്കാം, തെറ്റിക്കല്ലേടാ. ഓക്കെ, റെഡിയല്ലേ? അടുത്ത നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് വിസിബിൾ റീജിയൻ ആണ്. ഏരിയ ഓഫ് എന്താ വേണ്ടത്? വിസിബിൾ റീജിയൻ ആണ് വേണ്ടത്. അതായത് നമ്മുടെ വെള്ളത്തിനടിയിലുള്ള അക്വാറ്റിക് ഓർഗാനിസം പുറത്തേക്കുള്ള കാഴ്ചകൾ കാണുന്നൊരു കോൺ പോലെയാണ്. ഓക്കെ, കോൺ പോലെയാണ്. സൈൻ ഇൻവേഴ്സ് ആണ്, കോസ് അല്ലേ, സൈൻ ഇൻവേഴ്സ്. ഓക്കെ, അങ്ങനെ ഓർത്ത് വെക്കാം. ഒപ്റ്റിക് ഫൈബർ സൈൻ ആണ് അല്ലെ, ഒപ്റ്റിക് ഫൈബർ സൈൻ ആണ്. എന്തെങ്കിലും കോഡ് ഉണ്ടെങ്കിൽ ഓർത്ത് വെച്ചോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞത്? പുറത്തേക്കുള്ള കാഴ്ചകൾ കാണുന്നൊരു കോണായിട്ടാണ്. ആ കോണിൻ്റെ റേഡിയസ്, റേഡിയസ് ER റേഡിയസ്. പിന്നെ മാത്രമല്ല കോണിൻ്റെ എന്തും വേണം, അതിൻ്റെ ആ ബേസ് ഏരിയയും വേണം. ഈ രണ്ട് കാര്യങ്ങളും ചോദിക്കും. ഹൈറ്റ് H ഡെപ്തിലാണെങ്കിൽ, താഴെയാണെങ്കിൽ അത് ആ ഇക്വേഷൻസും കൂടെ ഒന്ന് എന്ത് ചെയ്യണം, ടി ആൻഡ് കേസിൽ കാണാതെ പഠിക്കണം. H അതായത് വെള്ളത്തിൻ്റെ പുറത്ത് നിന്ന്, സർഫസിൽ നിന്ന് H ഡെപ്ത് താഴെയാണെങ്കിൽ മീൻ നിൽക്കുന്നതെങ്കിൽ അതൊരു കോൺ ഉണ്ടാക്കും ആ സർഫസിൽ അല്ലേ, ഇൻ്റർഫേസിൽ ഒരു കോൺ ഉണ്ടാക്കും. കാരണം ഇവിടെ ഇത് കഴിഞ്ഞാൽ പിന്നെ TIR സംഭവിക്കുന്നതുകൊണ്ടാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല, ലൈറ്റ് പുറത്തേക്ക് പോവില്ല. പിന്നെ എന്ത് ചെയ്യും, പിന്നെ ആക്ച്വലി സംഭവിക്കുക അവിടെ ഇതിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ പിന്നെ TIR സംഭവിക്കുന്നത്. അപ്പോൾ മാക്സിമം കാണുക ഈ രണ്ട് അല്ലേ, ആ ആംഗിളിൽ വെച്ച് മാത്രമേ കാണുള്ളൂ. അപ്പോൾ അതൊരു കോണായി മാറും. ആ കോണിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 3h/√7 ആയിരിക്കും. 3h/√7 ആയിരിക്കും. കോണിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 3h/√7 ആയിരിക്കും. നിങ്ങൾ കൂടുതൽ എന്ത് ചെയ്യേണ്ട, അതിനകത്ത് കൺഫ്യൂഷൻ ഒന്നും അടിക്കേണ്ട. അത് 3h/√7 എന്ന് പഠിച്ചാൽ മതി. കാരണം മിക്ക കേസിലും വാട്ടർ തന്നെ ആയിരിക്കും ഇതിനകത്ത് വരിക. ഞാൻ പറഞ്ഞത് ഈ ഇക്വേഷനിലേക്ക് ഞാൻ എന്ത് ചെയ്തു, വാട്ടറിൻ്റെ വാല്യൂ ആയ അല്ലേ, ഇതാണ് ആക്ച്വൽ ഇക്വേഷൻ. ഈ ആക്ച്വൽ ഇക്വേഷൻ ഒന്നും ഇപ്പം നിങ്ങൾ അവസാന നിമിഷം പഠിക്കേണ്ട.
ഈ ഇക്വേഷനിലേക്ക് വാട്ടറിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ആറിൻ്റെ വാല്യൂ വരിക 3h/√7 എന്നായിരിക്കും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ ആറിൻ്റെ വാല്യൂ മാത്രം ഇതിൽ പഠിച്ചാൽ മതി, ഈ ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. അപ്പം ഇൻ ദ കേസ് ഓഫ് വാട്ടർ ആണെങ്കിൽ, വാട്ടർ ആൻഡ് എയർ ആണെങ്കിൽ R എന്ന് പറയുന്നത് 3h. ഇത് ചോദിക്കൊന്നുമില്ല, ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി ചോദിച്ചാൽ തന്നെ ആകെ ചോദിക്കുക ഈ R = 3h/√7 ആയിരിക്കും ചോദിക്കുക. അപ്പം ഇത് മാത്രം പഠിച്ചാൽ മതി. അവിടെ രണ്ട് കാര്യങ്ങളാണ് TIR ൽ പഠിക്കേണ്ട ഇക്വേഷൻസ്. ഒന്ന് എന്ന് പറയുന്നത് ഫോർ എ ഒപ്റ്റിക്കൽ ഫൈബർ വിത്ത് ഗ്ലാസ് കോർ ആൻഡ് ക്ലാഡിംഗ് ആണെങ്കിൽ അതിൻ്റെ മാക്സിമം ആംഗിൾ അല്ലേ, ആ ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് കയറുന്ന മാക്സിമം ആംഗിൾ എന്ന് പറയുന്നത് സൈനാണ്, സൈൻ ഇൻവേഴ്സ് √ (ng² - nc²). ഒന്ന്. രണ്ടാമത്തെന്ന് പറയുന്നത് കോണിൻ്റെ റേഡിയസ്. ദാറ്റ് റേഡിയസ് ഈസ് ഈക്വൽ ടു 3h/√7. വാട്ടർ ആകുന്ന കേസിലാണ്, വാട്ടറാണ് മിക്കപ്പോഴും എന്ത് ചെയ്യുക, ചോദിക്കുക. റെഡി? ദ റേഡിയസ് ഓഫ് ലൈറ്റ് സർക്കിൾ ഒബ്സർവ്ഡ് ബൈ എ ഫിഷ് അറ്റ് എ ഡെപ്ത് ഓഫ് എത്രയാണ്, 12 മീറ്റർ ആണ്. 12 മീറ്റർ താഴെ. അപ്പം R എന്ന് പറയുന്നത് റേഡിയസ് ആണ് വേണ്ടത്. R എന്ന് പറയുന്നത് 3 × 12 3h/√7 അല്ലേ, 3h/√7 ആണ് ഇക്വേഷൻ. Hൻ്റെ സ്ഥാനത്ത് 12 ഇടണം. അപ്പോൾ 36/√7. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. റെഡി അല്ലേ? ഓക്കെ. അടുത്ത് നോക്കടാ. പോയിന്റ് സോഴ്സ് ഓഫ് ലൈറ്റ് ഈസ് കെപ്റ്റ് ബിലോ ദ സർഫസ് ഓഫ് വാട്ടർ അല്ലേ, NW = 4/3 ആണ്. അറ്റ് എ ഡെപ്ത് ഓഫ്, അപ്പോൾ H എന്ന് പറയുന്ന √7 ആണ്. ദ റേഡിയസ് ഓഫ് ദി സർക്കുലർ ബ്രൈറ്റ് പാത്ത് ഓഫ് ലൈറ്റ് നോട്ടീസ്ഡ് ഓൺ ദി സർഫസ് ഓഫ് ദി വാട്ടർ. ഇത് തന്നെയാണ്. അതായത് ഇവിടെ ആക്ച്വലി മീനിന് പകരം വെള്ളത്തിനടിയിൽ ഒരു പോയിന്റ് സോഴ്സ് ഓഫ് ലൈറ്റ് വെച്ചിരിക്കുകയാണെന്നിരിക്കട്ടെ. അതിൽ നിന്നും ലൈറ്റ് പോകുക ലൈക്ക് കോണായിരിക്കും, പുറത്തേക്ക് വരിക ലൈക്ക് കോണായിരിക്കും, കോണായിട്ടായിരിക്കും എന്ത് ചെയ്യുക, പുറത്തേക്ക് വരിക. ആ കോണിൻ്റെ റേഡിയസ് എത്രയെന്നാണ് ചോദ്യം. ഇനി അവർ പറയുന്നത് ഈ വെച്ചിരിക്കുന്ന ലൈറ്റ് അറ്റ് എ ഹൈറ്റ് ഓഫ് എത്രയാണ്, √7 ആണ്. നമ്മൾ ആ റേഡിയസ് പഠിച്ചിട്ടുണ്ട് 3h/√7 എന്ന്. ഇതാണ് ഇക്വേഷൻ. അതിൽ Hൻ്റെ സ്ഥാനത്ത് എത്ര കൊടുത്താൽ മതി, √7 എന്ന് തന്നെ കൊടുക്കണം. കാര്യം അതാണ് √7 എന്ന് അവർ പറഞ്ഞു. അപ്പോൾ √7 കട്ട് ചെയ്ത് ഉത്തരം 3 എന്ന് വരും. റെഡിയാണോ? അപ്പോൾ TIR രണ്ട് ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. ആപ്ലിക്കേഷൻസിനകത്ത് ഒന്ന് ഒപ്റ്റിക്കൽ ഫൈബറിലും, രണ്ട് ഏതാണ്, ഇതിലും. റെഡി? രണ്ട് കേസ്. സൈൻ ഇൻവേഴ്സ് NG അല്ലേ, സൈൻ ഇൻവേഴ്സിലാണ് NG² - nc². അടുത്ത നിങ്ങൾക്കറിയാം മിറാഷ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതാണ്. അതെങ്ങനെ അല്ലേ, പോകുമ്പോൾ വെള്ളം പോലെ, പക്ഷെ അടുത്ത് വരുമ്പോൾ അത് ഉണ്ടാവില്ല. അതിന് കാരണം എന്ന് പറയുന്നത് TIR തന്നെയാണ്. ബ്രില്യൻസ് ഓഫ് ഡയമണ്ട് ഈസ് ഓൾസോ ഡ്യൂ ടു TIR ആണ്. നമ്മൾ പ്രിസത്തിലേക്ക് കണക്കാണ്. അപ്പോൾ TIR ക്ലിയർ അല്ലേ മക്കളെ? TIR ൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നേരെ ഞാൻ എന്തിലേക്ക് പോവാണ്, പ്രിസത്തിലേക്ക് പോവാണ്. TIR ഇത്രയേ ഉള്ളൂ. TIRൻ്റെ കേസിൽ അല്ലേ, സൈൻ IC എന്ന് പറഞ്ഞാൽ NR/ND ആയിരിക്കും അല്ലേ. എയർ ആണെങ്കിൽ സൈൻ IC = 1/n എന്നും കിട്ടും. ഇത് ക്ലിയർ ആണ്. പെർഫെക്റ്റ്. റെഡി? അടുത്തതെന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ കേസിലാണ് സൈൻ IC NR/ND. അടുത്തതെന്ന് പറഞ്ഞാൽ NR/ND. നോർമൽ ഒരു ആംഗിൾ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ IC ആയാൽ മാത്രമേ എന്ത് നടക്കുള്ളൂ അവിടെ, TIR. സോ സൈൻ I ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു NR/ND ആണ്. അപ്പം നിങ്ങൾക്ക് പറയാം NR/ND, സൈൻ I ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/n ആണ്. n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/sin I ആണ്. അതായത് ഇത് എപ്പോഴാണ്, NR എന്ന് പറയുന്നത് എയർ ആകുന്ന സമയത്ത്. നമുക്ക് താഴത്തെ ഇത് കൊടുക്കാം. അപ്പോൾ ഇത്രയുമാണ് അവിടെ കണ്ടീഷൻസ് ഉള്ളത്. ആപ്ലിക്കേഷൻസ് 3 എണ്ണമാണ് ഉള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ തെറ്റിച്ചൊരു കാര്യം ഞാൻ പറഞ്ഞത് അല്ലേ, ഒപ്റ്റിക് ഫൈബറിൻ്റെ കേസിൽ ഓർക്കേണ്ട കാര്യമെന്ന് പറയുന്നത് എന്താണ്? ഒപ്റ്റിക് ഫൈബറിൻ്റെ കേസിൽ ഓർക്കേണ്ടത്, അതിൻ്റെ ആൽഫ മാക്സിമം എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് √NG² - nc² ആണ്. ആൻഡ് രണ്ടാമത്തെ കേസിൽ ഓർക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, ഇത് ഓർത്തോണം സൈൻ ഇൻവേഴ്സ് ആണെന്ന്,
അല്ലേ? ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്, ഒരു മീൻ കാണുന്ന റേഡിയസ് എന്ന് പറയുന്നത് 3h/√7 ആയിരിക്കും. ഈ രണ്ട് സാധനങ്ങളാണ് അവിടെ ആപ്ലിക്കേഷൻ. പിന്നെ റാഷും റിലയൻസ് ഓഫ് ഡയമണ്ട്സും ഉണ്ട്. അത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കാം. അടുത്ത പ്രിസത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. 2θ ക്രിട്ടിക്കൽ ആംഗിൾ സി ആണെങ്കിൽ ആ ആംഗിൾ എന്ന് പറയുന്നത് 2θ ആയിരിക്കും. അത് വേണമെന്നില്ല ആക്ച്വലി, പറ്റുമെങ്കിൽ ഓർത്ത് വെക്കുക. അതായത് അതൊന്നും ചോദിക്കില്ലടാ, ഇതൊന്നും അങ്ങനെ NCERTയിലുള്ള കാര്യമല്ല. അതായത് ഒരു മീൻ ഏത് കോണിൻ്റെ ആംഗിൾ ഓഫ് ദി കോൺ, ഒരാൾ ചോദിച്ചുകൊണ്ട് മാത്രം പറയാണ്, ആംഗിൾ ഓഫ് ദി കോൺ, ആ കോണിൻ്റെ ആംഗിൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ മീഡിയത്തിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണോ അതിൻ്റെ ഡബിൾ എടുത്താൽ മതി. ചോദിച്ചിൽ തരും. ഫോർ എക്സാമ്പിൾ ഇപ്പം 45 ഡിഗ്രി അല്ലെ 49 ഡിഗ്രിയാണ് എന്നും പറഞ്ഞ് തരും. 49 ഡിഗ്രിയാണ് ക്രിട്ടിക്കൽ ആംഗിൾ എങ്കിൽ ആംഗിൾ ഓഫ് കോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടിയായ 98 ആയിരിക്കും. അപ്പോൾ അതാണ് 2θ ആയിരിക്കും ആംഗിൾ ഓഫ് ദി കോൺ എന്ന് പറയുന്നത്. ചോദ്യമായിട്ടൊന്നും വരില്ല, നിങ്ങളതൊന്നും എന്ത് ചെയ്യേണ്ട, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ വന്നാൽ നിങ്ങൾക്ക് എഴുതാനുള്ള കാര്യം രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. റെഡി? വേറൊന്നും ഇല്ലല്ലോ. എന്തായിരുന്നു ഒരാൾ പറയുന്നത്, കാവ്യ എന്തോ പറയുന്നത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെയറർ മീഡിയം ആണോന്നോ, ഏതാണ്? റെഡി, ഇത്രയേ ഉള്ളൂ. ഇനി പ്രിസത്തിലേക്ക് നമ്മൾ കിടക്കാണ്. പ്രിസത്തിലും പ്രിസത്തിൻ്റെ TIRും കൂടെ കഴിഞ്ഞാൽ തിൻ പ്രിസവും കൂടെ ആയാൽ പ്രിസം കഴിഞ്ഞു. റെഡി? പ്രിസത്തിൻ്റെ കേസിൽ ഇത്രയും മാത്രമേ ഉള്ളൂ. ജനറലി പ്രിസത്തിൻ്റെ കേസിൽ പ്രിസം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഒരു 3 ഡയമെൻഷണൽ ഷേപ്പാണ്. ആ 3 ഡയമെൻഷണൽ ഷേപ്പിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, പ്രിസം ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ, അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് നമ്മൾ എടുക്കുന്നത്, ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ നിങ്ങൾക്ക് തന്നെ അറിയാം, വേണ്ട ഇക്വേഷൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. രണ്ട് പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഓക്കെ, റെഡി. ആദ്യത്തെ സർഫസിലും രണ്ടാമത്തെ സർഫസിലും 2 റിഫ്രാക്ഷനാണ് ഇവിടെ നടക്കുന്നത്. നോക്കുക, അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ. ഇതാണ് പോകുന്ന റേ എന്ന് പറയുന്നത്. ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്. അതിനെ ദിസ് ഈസ് I, ദിസ് ഈസ് R1 എന്ന് വിളിക്കാം. ഇനി ഇത് ആംഗിൾ ഓഫ് എമർജൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 2, R2 എന്ന് വിളിക്കാം. തിരിച്ച് അവിടെ നിന്നാണ് റേ വരുന്നതെങ്കിൽ R2 എന്ന് വിളിക്കാം. അപ്പോൾ R1ഉം R2ഉം Eയുമായി. ഇതാണ് ആംഗിൾ ഓഫ് പ്രിസം A എന്ന് പറയുന്നത്. സോ നമ്മൾ ഡീവിയേഷൻ ആണ് ആദ്യം കണ്ടുപിടിക്കുക. ഡീവിയേഷൻ എന്ന് പറയുന്നത് D എന്ന് പറയുന്നത് ഇതാണ്, I + E - R1 + R2. ഇതാണ് ആദ്യം നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഇക്വേഷൻ. ജനറലി അതായത് മിനിമം ഡീവിയേഷൻ്റെ കേസ് മാത്രം കാണാൻ പഠിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല. പ്രൂഫ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ പറയുന്ന 4 ഇക്വേഷൻസ് പ്രിസത്തിൻ്റെ കേസിൽ പഠിച്ചു വെച്ചിരിക്കണം. ജനറലി ഇതാണ് ഇക്വേഷൻ. ഡീവിയേഷൻ = I + E - R1 + R2. കാര്യം ഡീവിയേഷൻ, 2 ഡീവിയേഷനുകൾ നമ്മൾ സാധാ റിഫ്രാക്ഷൻ്റെ ഡീവിയേഷൻ പഠിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് നമ്മളിത് ചെയ്യുന്നത്. I - R1ഉം E - R2ഉം ഈ 2 കേസും കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെയും ഡീവിയേഷൻ എടുക്കുന്നു, ഇവിടെയും ഡീവിയേഷൻ എടുക്കുന്നു. ഡീവിയേഷൻ, ഇവിടുത്തെ ഡീവിയേഷൻ എന്ന് പറയുന്നത് Δ1 എന്ന് പറയുന്നത്, ഡീവിയേഷനെ നമ്മൾ D1 എന്ന് വിളിക്കാം അല്ലേ. D1 എന്ന് പറഞ്ഞാൽ ഇവിടെ I - R1 ആണ്. ഇവിടുത്തെ ഡീവിയേഷൻ എന്ന് പറയുന്നത് E - R2 ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് നെറ്റ് ഡീവിയേഷൻ നിങ്ങൾക്ക് കിട്ടുക. ദാറ്റ് നെറ്റ് ഡീവിയേഷൻ ആണ് I + E - R1 + R2 എന്ന് പറയുന്നത്. നെറ്റ് ഡീവിയേഷൻ എന്ന് പറയുന്ന D ആണ്. I + E - R1 + R2 എന്ന് നമുക്ക് കിട്ടുക. ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് ഇത് എത്രയായിരിക്കും, 90 - R1. ഇത് ഈ ആംഗിൾ 90 - R2 ആയിരിക്കും. അപ്പം നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ, ഈ ഞാനിപ്പം ഗ്രീൻ വെച്ച് വരയ്ക്കുന്ന ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എടുക്കുമ്പോഴത്തേക്കും, അതായത് 90 - R1 + 90 - R2 + A = 180 ഡിഗ്രി എന്ന് കിട്ടും. അവിടുന്ന് നമ്മൾ ഈ 90, 90, 180 കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കിട്ടും R1 + R2 എന്ന് പറഞ്ഞാൽ A ആണെന്ന്. അതാണ് അടുത്ത് നിങ്ങൾ പഠിക്കേണ്ടത്. R1 + R2 അല്ലേ, R1ഉം R2ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ A എന്ന് കിട്ടും. ഇതാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ കൊണ്ടുപോയി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് ഡീവിയേഷൻ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും, I + E - A എന്ന് കിട്ടും.
ഐ പ്ലസ് ഇ മൈനസ്. ഇതാണ് ഞാൻ രണ്ടാമത് പഠിക്കേണ്ട ഇക്വേഷൻ. അപ്പോൾ ജനറലി ഒരു പ്രിസത്തിൻ്റെ കേസിൽ നിങ്ങൾ രണ്ട് ഇക്വേഷൻസ് ആണ് പഠിക്കേണ്ടത്. ജനറലി ഒരു പ്രിസത്തിൻ്റെ കേസിൽ, ജനറലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കേസും നമുക്ക് എടുക്കാം. അതിൽ നിന്നാണ് മിനിമം ഡീവിയേഷനിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി പോകുന്നത്, മിനിമം ഡീവിയേഷൻ കണ്ടീഷനിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മിനിമം ഡീവിയേഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ജനറലിലുള്ള ഇക്വേഷൻസ് രണ്ടെണ്ണം പഠിച്ചു വെച്ചിരിക്കണം. കാര്യം ജനറൽ ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി വരും ഏത് എൻട്രൻസിന്. പക്ഷേ ബോർഡ് എക്സാം സ്ഥലങ്ങളിൽ നമുക്ക് ജനറൽ ചോദ്യങ്ങൾ വരില്ല, ആകെ നമുക്ക് മിനിമം ഡീവിയേഷൻ മാത്രമേ ചോദിക്കുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ ആ ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്. നോക്കണം. അപ്പോൾ ഇവിടുത്തെ കേസിൽ നിങ്ങൾക്കറിയാം, ദിസ് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ദിസ് ഈസ് R1, ദിസ് ഈസ് R2, ദിസ് ഈസ് എമർജൻസി. ഓക്കെ, റെഡി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പെർപെൻഡിക്കുലർ അല്ലേ, ചെറിയ ചരിവുണ്ട് കേട്ടോ, 90 ഡിഗ്രി അല്ല, ചെറിയ ചരിവുണ്ട്. എന്നാലും പോട്ടെ, പരിഗണിക്കുക പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞ ഒന്നാമത്തെ ഇക്വേഷനാണ് R1ഉം R2ഉം കൂട്ടിയാൽ നമുക്ക് ആംഗിൾ ഓഫ് പ്രിസം കിട്ടും. രണ്ടാമത്തെ കേസിൽ നമ്മൾ പറഞ്ഞാണ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഐയും ഇയും കൂട്ടുക മൈനസ് R1ഉം R2ഉം കുറയ്ക്കുക. ആ R1ഉം R2ഉം എ ആണെന്ന് കിട്ടിയ സ്ഥിതിക്ക് I പ്ലസ് ഇ മൈനസ് എ എന്ന് കൊടുക്കാം. ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി വെക്കേണ്ടത്. റെഡിയാണോ മക്കളെ? ഈ രണ്ട് ഇക്വേഷനും ജനറലി അറിയേണ്ട രണ്ട് ഇക്വേഷൻസ് ആണ്. ഇവിടെ നിന്നാണ് മിനിമം ഡീവിയേഷനിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. പ്രിസത്തിൻ്റെ കേസിൽ മിനിമം ഡീവിയേഷൻ്റെ കണ്ടീഷൻ തന്നെ ഇത്രയാണ്. നോക്കുക, മിനിമം ഡീവിയേഷൻ്റെ ആദ്യത്തെ ഫിഗറിലെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് ഇന്നറിലെ റേ ഇല്ലേ, ബേസിന് പാരലായിരിക്കണം. അതായത് ഇതും പാരലായിരിക്കണം. അതാണ് ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. മിനിമം ഡീവിയേഷൻ്റെ, അതായത് ഏറ്റവും മിനിമം ആയിട്ട് ഡീവിയേറ്റ് ചെയ്യുന്നത് ഡി മിനിമമാണ്. ഡി മിനിമത്തിൻ്റെ കണ്ടീഷനിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ വേണ്ട കാര്യമാണ്, അതായത് ഈ രണ്ട് റേയും എന്തായിരിക്കണം, പാരലായിരിക്കണം. അതായത് എ ബിയും പി ക്യൂവും എന്തായിരിക്കണം, പാരലായിരിക്കണം. എ ബി പാരലൽ ടു പി ക്യൂ ആയിരിക്കണം. അപ്പോഴാണ് അവിടെ മിനിമം എന്ത് ചെയ്യുന്നത്, ഡീവിയേഷൻ വരുന്നത്. റെഡിയല്ലേ? അത് നിങ്ങളുടെ മനസ്സിൽ വേണ്ട ഒരു കാര്യമാണ്. ഇതാണ് മിനിമം ഒരു ഡീവിയേഷൻ വേഴ്സസ് ഐ ഗ്രാഫ് എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇങ്ങനെയാണ് പോവുക. ഏറ്റവും മിനിമം ഡീവിയേഷൻ ഏറ്റവും മിനിമം വരിക ഐ ഈക്വൽ ടു ഇ വരുമ്പോഴാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് എമർജൻസും ഈക്വൽ ആകുമ്പോഴാണ്. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ വേണ്ട കാര്യമാണ്. എ ബി പാരലൽ ടു പി ക്യൂ ആയിരിക്കും ഫിഗറിൽ. അത് എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഗ്രാഫിൽ നിന്ന് തന്നെ മനസ്സിലാക്കും. ഇതാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഗ്രാഫും ചോദിക്കാറുണ്ട്. അതായത് ഡീവിയേഷൻ, നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, +2 പഠിച്ചിട്ടുള്ളതാണ്. ഡീവിയേഷൻ വേഴ്സസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രാഫ് എടുക്കുമ്പോൾ ഏറ്റവും മിനിമം ഡീവിയേഷൻ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മിനിമം ഡീവിയേഷൻ വരുന്നത് അല്ലേ, ഏറ്റവും മിനിമം ഡീവിയേഷൻ വരുന്നത് ഐ ഈക്വൽ ടു ഇയിലാണ്. ഇതാണ് ഏറ്റവും മിനിമം ഡീവിയേഷൻ. ഡെൽറ്റ മിനിമം എന്നോ ഡി മിനിമം എന്ന് വിളിക്കാം, തെറ്റില്ല. ഏറ്റവും മിനിമം വരുന്നത് അവിടെയാണ്. ആ ഡി മിനിമം വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് എമർജൻസും ഈക്വൽ ആയിരിക്കും. അതിനെ ഐ എന്ന് വിളിക്കാം, ഈക്വൽ ആയിരിക്കും എന്ന് വിളിക്കാം. അതുപോലെ തന്നെ R1ഉം R2ഉം ഈക്വൽ ആയിരിക്കും. ഇത് രണ്ടും ഈക്വൽ ആയാൽ R1ഉം R2ഉം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇതാണ് മിനിമം ഡീവിയേഷൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഐയും ഇയും ഈക്വൽ ആയിരിക്കും, R1ഉം R2ഉം ഈക്വൽ ആയിരിക്കുമെന്ന് ഓർത്ത് വെച്ചേക്കാം. റെഡി? സോ നമുക്ക് എന്ത് ചെയ്യാം, ഡി മിനിമത്തിൻ്റെ കേസിലേക്ക് പോകാം, ഇക്വേഷൻസിലേക്ക് പോകാം. ഡി മിനിമത്തിൽ കണ്ടീഷൻ ഇതാണ്. റെഡി? ഡി മിനിമം നമുക്ക് ഇപ്പുറത്ത് എഴുതാം, അല്ലെ ഇപ്പുറത്ത് എഴുതാം. ജനറൽ ഇക്വേഷൻ ഇപ്പുറത്ത് എഴുതാം. ജനറൽ ഇക്വേഷൻ നിങ്ങൾക്കറിയാം, ഡി ഈസ് ഈക്വൽ ടു, അല്ലെ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് ഇ മൈനസ് എ ആണ്. 1, 2 R1 പ്ലസ് R2 ഈസ് ഈക്വൽ ടു എ ആണ്. മിനിമം ഡീവിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇന്നർ റേ പാരലൽ ആയിരിക്കും, എ ബി പാരലൽ ടു പി ക്യൂ. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അത് ഫിഗറിൽ നിന്ന് വേണ്ട കാര്യമാണ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഡീവിയേഷൻ ആംഗിൾ ഐ ഈക്വൽ ടു ആംഗിൾ ഇ. അതിനെ ഞാൻ ആംഗിൾ ഐക്കും ഇക്കും ഐ എന്ന് തന്നെ ഞാൻ കൊടുക്കാൻ വേണ്ടി പോവാണ്. പിന്നെ നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ R1ഉം R2ഉം 6 തന്നെയായിരിക്കും. സോ രണ്ടും സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിന് രണ്ടിനും ഞാൻ എന്ത് ചെയ്യുകയാണ്, ഡി മിനിമം കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ് ഇക്വേഷൻ. ഡി മിനിമം ഈസ് ഈക്വൽ ടു ഐ പ്ലസ് ഇക്ക് ഐ പ്ലസ് ഐ 2i എന്ന് കൊടുക്കുക, മൈനസ് എ 2i മൈനസ് എ എന്ന് കൊടുക്കുക. അപ്പം മിനിമം ഡീവിയേഷൻ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ 2i മൈനസ് എ ആണ്. 2i മൈനസ്, ഇവിടെ ഐ പ്ലസ് ഇ മൈനസ് എയുടെ സ്ഥാനത്ത് ഇവിടെ 2i എന്ന് വരും. കാര്യം ഐക്കും ഇക്കും ഐ എന്ന് തന്നെ കൊടുക്കാം. അപ്പോൾ ഐ പ്ലസ് ഐ 2i മൈനസ് എ എന്ന് കിട്ടും. അവിടുന്ന് എനിക്ക് വേണ്ട ഒരാൾ ഐ ആണ്.
I. That is equal to മൈനസ് എ അപ്പുറത്തേക്ക് പോയാൽ എ പ്ലസ് ഡി ആകും, ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഡി മിനിമം ആണ് അത്. ഡി മിനിമം ആകുമ്പോഴാണ്, എപ്പോഴും അല്ല ഞാൻ ഡി മിനിമം എന്ന് എഴുതി പോകാതെ ഞാൻ അതിനെ ഡി എന്ന് തന്നെ വിളിക്കുക. എ പ്ലസ് ഡി മിനിമം ബൈ 2 ആണ് ഐ എന്ന് പറയുന്നത്. ഇത് മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ്റെ കേസിൽ. ഇനി ഇതേ കേസ് തന്നെ നിങ്ങൾ താഴേക്ക് എഴുതുകയാണ്. നോക്കിക്കോളൂ മക്കളെ, ഇതേ കേസിൽ തന്നെ R1 + R2 നിങ്ങൾക്കറിയാം എന്താണ്, എ ആണ്. അപ്പോൾ അത് R + R ആണ്. 2R എന്ന് പറയുന്നതായിരിക്കും എ. R ഈസ് ഈക്വൽ ടു എ ബൈ 2 ആണ്. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് എമർജൻസിന് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് എ പ്ലസ് ഡി ബൈ 2 ആയിരിക്കും. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R1 R2 സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ അത് എ ബൈ 2 ആയിരിക്കും. ബിക്കോസ് 2R ആണ് R ഈക്വൽ ടു എ ബൈ 2 ആണ്. R1 + R2 ആണ് എ. അത് രണ്ടും R1 R2 സെയിം ആയതുകൊണ്ട് 2R ഈക്വൽ ടു എ, R ഈക്വൽ ടു എ ബൈ 2 എന്ന് കിട്ടും. ഇത് വെച്ചിട്ട് നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മെറ്റീരിയൽ പറയാൻ വേണ്ടി പറ്റും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി സ്നെൽസ് ലോ അപ്ലൈ ചെയ്താൽ മതി. എന്താ സ്നെൽസ് ലോ പറയുന്നത്? ഏതെങ്കിലും ഒരു റിഫ്രാക്ഷൻ്റെ സൈഡിൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്നെൽസ് ലോ അങ്ങ് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നോക്കടാ, നോക്കാം. ഇത് I ആണ്, ഇത് R ആണ്. റെഡിയല്ലേ? ഞാൻ ഇവിടെ അങ്ങ് അപ്ലൈ ചെയ്യാം. ഇതിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാ വേണ്ടത്? ഇത് എയർ ആണ്, 1 ആണ്. അപ്പോൾ 1 × sin I ഈക്വൽ ടു n × sin R. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്ത് കിട്ടും? sin I ബൈ sin R. എന്നിൻ്റെ വാല്യൂ എന്ത് കിട്ടും? ഐയുടെ വാല്യൂ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എ പ്ലസ് ഡി ബൈ 2. ആറിൻ്റെ വാല്യൂ കിട്ടി എ ബൈ 2. അതാണ് ഇവിടെ കിട്ടുന്ന sin എ പ്ലസ് ഡി ബൈ 2 ബൈ sin എ ബൈ 2. മനസ്സിലായോ? ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾ +2 സ്ഥിരം ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അല്ലാതെ തന്നെ ഇവിടെ ചെയ്തെടുക്കാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, sin എ പ്ലസ് ഡി ബൈ 2 ബൈ sin എ ബൈ 2 എന്നാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. പ്രശ്നത്തിൻ്റെ ഇക്വേഷൻസ് ജനറൽ ഇക്വേഷനും ഓർക്കണം, മിനിമം ഡീവിയേഷൻ ഇക്വേഷനും ഓർക്കണം. വീണ്ടും പറയുന്നതിൻ്റെ കാര്യം പഠിക്കാൻ വേണ്ടിയാണ്. പ്രശ്നത്തിൻ്റെ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ജനറൽ ഇക്വേഷൻസ് പറയാം. എന്തൊക്കെയാണ് ജനറൽ ഇക്വേഷൻസ്? ഐ നോക്കുക, ഡി ഇസ് ഈക്വൽ ടു I + E മൈനസ് എ ആണ്. രണ്ടാമത്തത് R1ഉം R2ഉം കൂട്ടിയാൽ എ കിട്ടും. ഇത് തന്നെ മിനിമം ആകുന്ന കേസിലോ, ഡി മിനിമത്തിൻ്റെ കേസാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് പറയാം I ഈക്വൽ ടു E ആണ്, R1 ഈക്വൽ ടു R2 ആണ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ നമുക്ക് പറയാം? നോക്കടാ, എന്തൊക്കെ നമുക്ക് പറയാം? അവിടെ I ഈക്വൽ ടു അല്ലേ, ഡി മിനിമം നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഡി മിനിമം നമുക്ക് കിട്ടും എന്ത്, 2I മൈനസ് എ എന്ന്. അവിടുന്ന് I ഈക്വൽ ടു കിട്ടും എ പ്ലസ് ഡി ബൈ 2 എന്ന്. R ഈസ് ഈക്വൽ ടു കിട്ടും എ ബൈ 2 എന്ന്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ജനറലി നിങ്ങൾക്കറിയാം sin I ബൈ sin R ആണ്. അതാണ് ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ. ആ sin I ബൈ sin Rലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ എന്നിൻ്റെ വാല്യൂ എന്ത് വരും? n ഈസ് ഈക്വൽ ടു sin എ പ്ലസ് ഡി ബൈ 2 ബൈ sin എ ബൈ 2 എന്ന് നമുക്ക് കിട്ടും. റെഡിയല്ലേ? ഇതാണ് അവിടുത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. ഇത്രയും ഇക്വേഷൻസ് ആണ് പ്രിസത്തിൽ പഠിക്കേണ്ടത്. റെഡിയാണോ മക്കളെ? റെഡി ആണെങ്കിൽ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യത്തിലേക്ക് പോകാം. sin എ പ്ലസ് ഡി ബൈ 2 ബൈ sin എ ബൈ 2. റെഡിയാണോ? റെഡി ആണെങ്കിൽ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. റെഡിയാണോ? ഓക്കെ, റെഡി. ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, എ റേ ഓഫ് ലൈറ്റ്. നിങ്ങൾ തന്നെ പറയടാ. ഈസ് ഇൻസിഡൻറ്റ് ഓൺ ആൻ ഇക്വിലാറ്ററൽ ഗ്ലാസ് പ്രിസം പ്ലേസ്ഡ് ഓൺ എ ഹൊറിസോണ്ടൽ ടേബിൾ ഫോർ മിനിമം ഡീവിയേഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? ഒരു റേ ഓഫ് ലൈറ്റ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ പ്രിസത്തിൻ്റെ സൈഡിൽ ഇൻസിഡൻറ്റ് ചെയ്തു. മിനിമം ഡീവിയേഷൻ ഏതായിരിക്കും കറക്റ്റ് എന്നുള്ളതാണ്. എടാ പറയടാ, ഇതിനകത്തുള്ള റേ എന്തായിരിക്കണം? മിനിമം ഡീവിയേഷൻസ് കണ്ടീഷനിൽ ഹൊറിസോണ്ടൽ ആയിരിക്കണം അല്ലേ? QR ഈസ് ഹൊറിസോണ്ടൽ ആയിരിക്കണം. കഴിഞ്ഞു. റെഡി? ഫോർ ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് തീറ്റ ഓൺ ആൻ ഇക്വിലാറ്ററൽ പ്രിസം എന്ന് നിങ്ങൾ കേട്ടാൽ ആദ്യം എഴുതേണ്ട കാര്യം, അവിടെ ഒരു ടേം തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന 60 ഡിഗ്രി ആയിരിക്കും. ഇക്വിലാറ്ററൽ പ്രിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ 3 ആംഗിളും എത്രയായിരിക്കും? പ്രിസത്തിൻ്റെ 3 ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും.
അപ്പോൾ ഇക്വിലാറ്ററൽ പ്രിസം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട കാര്യമാണ് A = 60 ഡിഗ്രി എന്നുള്ള കാര്യം. അപ്പോൾ അതവിടെ പറഞ്ഞിട്ടുണ്ട്. ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അപ്പോൾ A 60 ഡിഗ്രിയാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N എന്ന് പറയുന്നത് √3 ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N എന്ന് പറയുന്നത് എത്രയാണ്? √3 ആണ്. ഇവിടെ റേ റിഫ്രാക്റ്റഡ് ഈസ് പാരലൽ ടു ദി ബേസ്. അവിടുന്ന് മനസ്സിലാക്കിക്കോണം ദിസ് ഈസ് എ കേസ് ഓഫ് മിനിമം ഡീവിയേഷൻ ആണെന്ന്. ഇത് മിനിമം ഡീവിയേഷൻ. അപ്പോൾ എല്ലാ ചോദ്യവും മിനിമം ഡീവിയേഷൻ ആകണമെന്നില്ല. ആകെ എല്ലാവരും പഠിച്ചു നോക്കുക N = sin A + D/2/sin A/2 എന്നാണ്. അത് മാത്രം കൊണ്ട് പരിപാടി നടക്കൂല. നമുക്ക് ആദ്യത്തെ ഇക്വേഷന് D = I + E - A യും വേണം, R1 + R2 A യും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ കേസിലും, ഇതിപ്പോൾ മിനിമം ഡീവിയേഷനാണ്. കാര്യം റിഫ്രാക്റ്റഡ് റേ ഈസ് പാരലൽ ടു ദ ബേസ് എന്ന് പറഞ്ഞു. പാരലൽ ടു ദ ബേസ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് കേസ് ഓഫ് മിനിമം ഡീവിയേഷൻ ആണ്. സോ ദ വാല്യൂ ഓഫ് തീറ്റ, ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് തീറ്റയാണ് നമുക്കിവിടെ വേണ്ടത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് വേണ്ടത്. റെഡി? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് വേണ്ടത്. എയും കിട്ടിയിട്ടുണ്ട്. എന്താ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ? അതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ദിസ് ഈസ് ഈക്വൽ ടു, അതിൻ്റെ ബേസിക് ഇക്വേഷൻ പഠിക്കണം, sin I/sin R. ഇവിടെയാണ് നിങ്ങൾ മിനിമത്തിൻ്റെ കേസിൽ എന്തിടുക? N = sin A + D/2/sin A/2 എന്ന് എഴുതുക. പക്ഷെ ആ ഇക്വേഷനെ ആദ്യം എല്ലാവരും എഴുതുക sin A + D/2/sin A/2 എന്നാണ്. അത് എഴുതിയ ഇവിടെ പരിപാടി നടക്കൂല. കാരണം ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആൾ sin I ആണ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I ആ. അപ്പോൾ ഈ A + D/2 എന്ന് വെച്ചാൽ മിനിമം ഡീവിയേഷൻ അവിടെ തന്നിട്ടുമില്ല. അപ്പോൾ എല്ലാവരും എഴുതി വെക്കും sin A + D/2/sin A/2 എന്ന് എഴുതി വെച്ചിട്ട് ഇവിടെ D എവിടെയെന്ന് പറഞ്ഞ് തപ്പി നടക്കും. മനസ്സിലായി? അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മിനിമം ആദ്യം അറിയണം. അതിൻ്റെ ഇക്വേഷൻസ് എല്ലാം അറിഞ്ഞിരിക്കണം. sin I/sin R ആണ് ഇക്വേഷൻ, പ്രിസത്തിൻ്റെ മിനിമം. അത് മിനിമം വരുന്ന കേസിലാണ് sin A + D/2/sin A/2 എന്ന് ഇടുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ട? ഈ ഇക്വേഷനിലേക്ക് ഇന്നിതിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. sin I/sin R തന്നെ ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് പറയാം N എന്ന് പറയുന്ന √3 = sin തീറ്റ. അതാണ് കണ്ടുപിടിക്കേണ്ടത്. I ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ sin A/2. A എന്ന് പറഞ്ഞാൽ 60 ആണ്. 60/2 അല്ലേ? A എന്ന് പറഞ്ഞാൽ 60 ആണ്. ഇവിടെ A 60 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ R-ന് പകരം എന്ത് കൊടുക്കുക? A/2 എന്ന് കൊടുക്കുക. മിനിമം ഡീവിയേഷൻ കണ്ടീഷനാണ്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കിട്ടും എന്ത്? √3 = sin തീറ്റ ഡിവൈഡഡ് ബൈ sin 30. sin 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ് അല്ലേ? sin 30 1/2, 45 1/√2, sin 60 √3/2. ഇത് മൂന്നും നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാമല്ലോ അല്ലേടാ? sin 30 അല്ലേ? ready? Which is opposite of cos 30 √3/2, cos 45 സെയിം ആണ് 1/√2, cos 60 1/2. റെഡി അല്ലേ? ഓക്കെ. അപ്പം ഇത് ഓർത്ത് വെച്ചേക്കണം. ഇത് രണ്ടും മിനിമം നിങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വേണ്ട സാധനം അതാണ്. അപ്പോൾ ഈ sin 30 ആയ 1/2 ഇട്ട് കൊടുക്കാം. അപ്പോൾ √3 = sin തീറ്റ ബൈ 1/2. 1/2 ക്രോസ് ചെയ്താൽ sin തീറ്റയുടെ വാല്യൂ കിട്ടും √3/2. എവിടെയാണ് √3/2 ആകുക? √3/2 ആകുക തീറ്റ 60 ഡിഗ്രി ആകുമ്പോഴാണ്. സോ ദി ആംഗിൾ വിൽ ബി 60 ഡിഗ്രി എന്ന് കിട്ടും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 60 എന്ന്. കിട്ടിയോ? റെഡിയാണോ? മനസ്സിലായോ? പ്രസക്തി എന്നൊരു ചോദ്യം ഉറപ്പാണ്. ശ്രദ്ധിച്ചു പോവുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പൊക്കോട്ടെ. യെസ്, അടുത്ത ചോദ്യം. ഓക്കെ. ഇൻ ആൻ ഇക്വിലാറ്റർ പ്രിസം ഇഫ് ദി ഇൻസിഡൻറ്റ് ആംഗിൾ, ഇക്വിലാറ്റർ പ്രിസം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ എഴുതേണ്ട A = 60 ഡിഗ്രി എന്നാണ്. റെഡി? ഇഫ് ഇൻസിഡൻറ്റ് ആംഗിൾ ഈസ് 45 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 45 ഡിഗ്രിയാണ്. ദെൻ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എത്രയാണ്? ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ
നിങ്ങൾക്ക് തന്നെ അറിയാം D എന്ന് പറയുന്നത് I plus E minus A ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് മിനിമം ഡീവിയേഷൻ ഇറ്റ് ഈസ് ഈക്വൽ ടു I plus E ക്ക് 2i എന്ന് കൊടുക്കാം. 2i minus A ആണ്. സോ 2i minus A ആണ്. അവിടെ നിന്നാണ് I equal to A plus D by 2 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഇതാണ് ചോദിച്ചിരിക്കുന്നത് ഡി മിനിമം എത്രയെന്ന്. ഡി മിനിമം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ വരണം 2i minus A, 2 into 45 minus 60, 90 minus 60 that is equal to 30 എന്ന് കിട്ടും. റെഡിയാണോ? റെഡിയാണോ? ഓക്കെ, അടുത്ത് ready. The graph plotted between angle of deviation and angle of incidence for a prism. Nearly correct graph is. ഇതിനകത്ത് ഏതാ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഗ്രാഫ് ഏതാ? ഇതാണ് ഗ്രാഫ് അല്ലേ? ഏറ്റവും മിനിമം ഡീവിയേഷൻ വരിക ഇതാണ് ഗ്രാഫ് നിങ്ങൾക്കറിയാം. മിനിമം ഡീവിയേഷൻ വരിക എവിടെയാണ്? I equal to E വരുമ്പോഴാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റും ആംഗിൾ ഓഫ് എമർജൻസും ഈക്വൽ ആകുമ്പോഴാണ്. 1 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. റെഡി. അടുത്ത ഒരു കേസാണ് ഈ ഒരു കേസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉത്തരം 2 cos A by 2 ആണ്. റെഡി. അതായത് ഇഫ് ആംഗിൾ ഓഫ് പ്രിസം ഈക്വൽ ടു ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ, എയും ഡിയും ഈക്വൽ ആണെങ്കിൽ ദെൻ n ഈസ് ഈക്വൽ ടു 2 cos A by 2 ആയിരിക്കും. ഇതൊരു റിലേഷൻഷിപ്പ് നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. 2 cos A by 2 സ്ഥിരം ചോദിക്കാറുള്ളതാണ്. 2 cos A by 2 എന്നുള്ള n ഈക്വൽ ടു മിനിമം ഡീവിയേഷൻ്റെ കേസ് തന്നെയാണ്. അതായത് ആംഗിൾ ഓഫ് പ്രിസവും മിനിമം ഡീവിയേഷനും ഈക്വൽ ആണെന്ന് പറയുകയാണ് ചോദ്യത്തിൽ. അതിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്നിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം sin A plus D by 2 by sin A by 2 ആണ് മിനിമത്തിൻ്റെ കേസിൽ. എടാ മക്കളെ, ഇവിടെ എയും ഡിയും ഈക്വൽ ആണ്. അപ്പോൾ ഡിക്ക് പകരം എ എന്ന് കൊടുക്കാം. ഡിക്ക് പകരം എ എന്ന് കൊടുക്കുമ്പോഴത്തേക്കും ഇക്വേഷൻ ഇങ്ങനെ മാറും. sin A plus A by 2 by sin A by 2. A plus A എന്ന് പറഞ്ഞാൽ 2a വരും. 2a by 2 എന്ന് പറഞ്ഞാൽ a എന്ന് തന്നെ വരും. അപ്പോൾ n ഈക്വൽ ടു sin A by sin A by 2 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ sin A എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം. അതിന് നിങ്ങൾ sin A എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യമേ sin 2a എന്താണെന്ന് അറിയണം. sin 2a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 sin A cos A ആണ്. അപ്പോൾ എന്തായിരിക്കും sin A? അതിൻ്റെ പകുതി 2 sin A by 2 cos A by 2 അല്ലേ? sin 2x എന്ന് പറഞ്ഞാൽ 2 sin x cos x ആണ്. ട്രിഗണോമെട്രിയിൽ മിനിമം പഠിക്കുന്ന കാര്യമാണ് sin 2x. അപ്പോൾ sin Aക്ക് നമുക്ക് എന്ത് കൊടുക്കാം? 2 sin A by 2 cos A by 2 എന്ന് എഴുതണം. അപ്പോൾ ഈ sin A എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്പാൻഷൻ 2 sin A by 2 cos A by 2 എന്നാണ്. താഴെ ഓൾറെഡി sin A by 2 ഉണ്ട്. ആ sin A by 2 sin A by 2 കട്ട് ചെയ്ത് പോകും. ഉത്തരം 2 cos A by 2 എന്ന് കിട്ടും. 2 cos A by 2 എന്ന് കിട്ടും. ഇത് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ആംഗിൾ ഓഫ് പ്രിസം ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ വരുന്ന കേസിൽ A ഈക്വൽ ടു ഡി എന്ന് ഇക്വേറ്റ് ചെയ്താൽ അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ 2 cos A by 2 എന്ന് വരും. റെഡിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കേസിലേക്ക് കിടക്കാം. നോക്കാം. നോക്കടാ. Ready. Angle of minimum deviation for a prism of refractive index √3 is equal to angle of prism. Correct ആണല്ലോ ഞാൻ പറഞ്ഞു തന്നല്ലേ? Angle of minimum deviation for a prism of refractive index √3 is equal to angle of prism. Then angle of prism എത്രയാണ്? നോക്കുക, ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ D is equal to angle of prism ആണ്. അതായത് D is equal to A ആണ്. ഈ കേസിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 2 cos A by 2 നമ്മൾ പഠിച്ചു. ഇപ്പോൾ ഒരു കേസായിട്ട് തന്നെ ഓർത്ത് വെക്കുക. 2 cos A by 2. അവിടുന്ന് അവർ ചോദിച്ചത് ആംഗിൾ ഓഫ് പ്രിസം A കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ അവിടെ ഇട്ട് കൊടുക്കാം. √3 is equal to 2 cos A by 2. √3 by 2. √3 by 2 is equal to cos A by 2. ഏത് വാല്യൂക്കാണ് √3 by 2 വരിക? 30 ഡിഗ്രിക്കാണ്. അപ്പം cos 30 ആണ് √3 by 2. അപ്പോൾ A by 2ന് 30 എന്ന് കിട്ടും. എക്ക് 60 എന്ന് കിട്ടും. 60 ഡിഗ്രി. 3 is the right answer. റെഡിയല്ലേ?
ready? Okay. അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. Prism of a refractive index and angle A is placed in minimum deviation position. If angle of minimum deviation is A തന്നെയാണെങ്കിൽ angle of prism same, then value of A in terms of mu എന്തായിരിക്കും? Value of A in terms of mu. Mu എന്ന് പറഞ്ഞാൽ refractive index. അത് നമ്മൾ പഠിച്ച n is equal to 2 cos A by 2 ആയിരിക്കും. സംഭവം തന്നെ ഈ ചോദ്യം തന്നെ. എന്നിൻ്റെ സ്ഥാനത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്ന mu എന്നാണ്. സോ mu എന്ന് കൊടുക്കാം. mu is equal to 2 cos A by 2. 2 താഴേക്ക് വരട്ടെ. അപ്പോൾ mu by 2 എന്ന് പറഞ്ഞാൽ cos A by 2 ആണ്. cos അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് വരും? A by 2 എന്ന് പറയുന്നത് cos inverse mu by 2. 2 അപ്പുറത്തേക്ക് പോയാൽ A equal to 2 cos inverse mu by 2. 2 cos inverse mu by 2. കഴിഞ്ഞു. റെഡിയല്ലേ മൂന്നാമത്തെ ഓപ്ഷൻ? ready. അടുത്ത the least angle of deviation for a glass prism is equal to its refracting angle. Refracting angle എന്ന് പറഞ്ഞാൽ angle of prism ആണ്. അപ്പം angle of minimum deviation d is equal to a തന്നെയാണെന്നാണ് ഇവിടെ പറയുന്നത്. മ്യൂവിൻ്റെ വാല്യൂ 1.5 ആണെങ്കിൽ angle of prism എന്താണ് ചോദ്യം? d is equal to a യുടെ കേസ് തന്നെ. അവിടെ നിങ്ങൾക്കറിയാം n is equal to mu എന്ന് പറഞ്ഞാൽ n തന്നെയാണ് അല്ലേ? n is equal to 1.5 ആണ്. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ ആണ് 2 cos inverse A by 2 എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത്. cos inverse A by 2 എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത്. n-ൻ്റെ വാല്യൂ നമുക്ക് കൊടുക്കാം 1.5 by is equal to 2 cos inverse A by 2. A ആണ് നമുക്ക് വേണ്ടത്. ഈ 1.5ന് 3 by 2 എന്ന് എഴുതാം. 3 by 2 ആണ് 1.5 cos inverse A by 2. 2 ഇങ്ങോട്ട് പോയാൽ 3 by 4 ആകും. That is equal to cos inverse A by 2. Ready? Sorry, cos inverse അല്ല, cos A by 2 അല്ലേ? ആംഗിൾ തന്നെയല്ലേ അത്? y അങ്ങോട്ടും ഇങ്ങോട്ടും കിളി പറക്കുന്നുണ്ട്. കിളിയെ പിടിച്ചുകൊണ്ട് വരിക. 2 cos A by 2 അല്ലേടാ? മ്യൂവിനെയാണ്. അപ്പോൾ ഇപ്പുറത്തേക്ക് എടുക്കണം. അപ്പോൾ എന്താടാ? A by 2 എന്ന് പറയുന്നത് cos inverse അല്ലേ? A by 2 എന്ന് പറഞ്ഞാൽ cos inverse 3 by 4. A എന്ന് പറയുന്നത് 2 cos inverse 3 by 4. സോ നേരെ നമുക്ക് എന്ത് ചെയ്യാം? ആ വാല്യൂയിലേക്ക് പോകാം. 2 cos inverse 3 by 4. ഇത്രയേ ഉള്ളടാ മക്കളെ. ഐ എം സോറി, n ഈസ് ഈക്വൽ ടു 2 cos A by 2 എന്ന് പറഞ്ഞ ഇക്വേഷനിൽ n-ൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തു 3 by 2, 2 cos A by 2. അവിടെ 3 by 4 എന്ന് കിട്ടി cos A by 2. സോ A by 2 എന്ന് പറയുന്നത് cos inverse 3 by 4 ആണ്. A എന്ന് പറയുന്നത് 2 cos inverse 3 by 4 ആയിരിക്കും. റെഡിയാണോ? 2 cos A by 2. റെഡി? 2 cos inverse 3 by 4 എന്ന് ഉത്തരം കിട്ടും. കിട്ടിയോടാ മക്കളെ? റെഡിയാണോ? ആംഗിൾ തന്നെയാണ്. ആംഗിളിനെ കോസ് ഇൻവേഴ്സ് എന്ന് എഴുതേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? റെഡി? ഓക്കെ ആണോ? സെറ്റാണോ? മനസ്സിലായോടാ ഇത്? ഓക്കെ, റെഡി.
തുടങ്ങാം. Light ray is incident at an angle of 60 degree on a prism of, ശ്രദ്ധിച്ചോണേ മക്കളെ, light ray is incident at an angle of പകല് കിടന്നുറങ്ങാൻ പാടില്ല, പ്രശ്ന. നീറ്റിൻ്റെ ദിവസം എക്സാം ഹാളിൽ പണി കിട്ടും, പകൽ ഉറങ്ങരുത്. റെഡി? ബാ. ലൈറ്റ് റേ ഈസ് ഇൻസിഡൻറ്റ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി. 60 ഡിഗ്രി ആംഗിളിലാണ് ലൈറ്റ് റേ വരുന്നത്. ഓൺ എ പ്രിസം ഓഫ് ആംഗിൾ 45 ഡിഗ്രി. ആംഗിളിൻ്റെ പ്രിസത്തിൻ്റെ ആംഗിൾ 45 ഡിഗ്രിയാണ്. വെൻ ലൈറ്റ് റേ ഫോൾസ് ഓൺ അതർ സർഫസ് 90 ഡിഗ്രി, അതായത് ഇവിടുന്ന് അത് പോകുന്നത്, ശ്രദ്ധിച്ചോണേ മക്കളെ, 90 ഡിഗ്രിയിൽ തന്നെ വന്നാൽ, 90 ഡിഗ്രിയിൽ ഒരു റേ വന്നാൽ അത് റിഫ്രാക്റ്റ് ചെയ്യൂല, അത് അങ്ങനെ തന്നെ പോകും. അത് നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ് അല്ലേ? അവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും 0 ആയിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ഈ റേ നേരെ തന്നെ പോകും, അതായത് 90 ഡിഗ്രി ആംഗിൾ നോർമലി കൂടെ തന്നെ പോകും. അപ്പം ആംഗിൾ ഓഫ് ഈ പറഞ്ഞ R2 എന്ന് പറയുന്നതും 0 ആയിരിക്കും, എമർജൻസ് എന്ന് പറയുന്നതും 0 ആയിരിക്കും. ഇത് രണ്ടും 0 ആയിരിക്കും. എമർജൻസും 0 ആയിരിക്കും, R2ഉം 0 ആയിരിക്കും 90 ഡിഗ്രിയിലാണ് വരുന്നതെങ്കിൽ. റെഡി? അപ്പം അതാണ് അവിടുത്തെ കേസ് എന്ന് പറയുന്നത്. എങ്കിൽ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മെറ്റീരിയൽ ഓഫ് പ്രിസം ആൻഡ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡി അല്ലെങ്കിൽ ഡെൽറ്റ ആർ ഗീവൺ ബൈ എന്നാണ് ചോദ്യം. ഡി ഈസ് ഈക്വൽ ടു I പ്ലസ് ഇ മൈനസ് എ എന്നാണ് ഇക്വേഷൻ. ഓക്കെ, I പ്ലസ് ഇ മൈനസ് എ. കാര്യം ഇവിടെ ഒരിക്കലും മിനിമം ഡീവിയേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് മിനിമം ഡീവിയേഷൻ്റെ കേസല്ല. മിനിമം ഡീവിയേഷനിൽ I ഈക്വൽ ടു ഇ എന്നാണ് വരുന്നത്. ഇവിടെ ഈ 0യും I എന്നുള്ള വാല്യൂവും ഉണ്ട്. അപ്പോൾ ആക്ച്വലി ആ പറഞ്ഞ കേസ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇത് മിനിമം ഡീവിയേഷൻ എന്ന് പറഞ്ഞ് ചുമ്മാ n ഈക്വൽ ടു സൈൻ എ പ്ലസ് ഡി ബൈ ടു ബൈ സൈൻ എ ബൈ ടു എന്ന് പറഞ്ഞ് ഇട്ടുകൊണ്ടിരിക്കരുത്. രണ്ടാമത്തെ സർഫസ് 90 ഡിഗ്രി അടിച്ചെങ്കിൽ അത് എന്ത് ചെയ്യും, അവിടെ ആക്ച്വലി ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ആംഗിൾ ഓഫ് എമർജൻസും അവിടെ 0 ആയിരിക്കും. സോ അത് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യണം. അപ്പോൾ ഡി എന്ന് പറയുന്ന I പ്ലസ് ഇ മൈനസ് എ. ഇത് നോക്കിയോ, നിങ്ങളുടെ ജനറൽ കേസാണ്, ഇതൊരു ജനറൽ കേസാണ്, അങ്ങനെ തന്നെ ചെയ്യണം. റെഡി? I പ്ലസ് ഇ, ഐയും ഇയും നോക്കടാ, 60 പ്ലസ് ആംഗിൾ ഓഫ് എമർജൻസി 0 മൈനസ് എ 45. 60 മൈനസ് 45 15 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഡീവിയേഷൻ്റെ വാല്യൂ 15 ആണ്. ഇനി R1ഉം R2ഉം കൂട്ടിയാൽ എ കിട്ടണം. R2 എത്രയാടാ? 0 ആണ്. അപ്പം R1 പ്ലസ് 0 എന്ന് പറയുന്നത് എ എന്ന് കിട്ടും. എയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 45 ആണ്. അപ്പം R1 എന്ന് പറയുന്നത് 45 എന്ന് കിട്ടി. അതായത് ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 45 ആണ്. നമുക്ക് വേണ്ടത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മെറ്റീരിയൽ ആണ്. ഇനി n ഈസ് ഈക്വൽ ടു സൈൻ ഐ ബൈ സൈൻ ആർ എന്ന് കൊടുക്കാം. സൈൻ ഐയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? സൈൻ 60 കൊടുക്കാം. കാര്യം ഐ എന്ന് പറയുന്നത് 60 എന്ന് തന്നിട്ടുണ്ട്. സൈൻ ആർ ഇപ്പം നമുക്ക് കിട്ടി 45 എന്ന്, സൈൻ 45. സോ എന്നിൻ്റെ വാല്യൂ എന്ത് വരും ഇവിടെ? എന്നിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും n ഈക്വൽ ടു സൈൻ 60 ബൈ സൈൻ 45. സൈൻ 60 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. സൈൻ 45 1/√2 ആണ്. സോ ദിസ് ഈസ് √3 ഇൻറ്റു √2/2 എന്ന് വരും. 2ഉം √2ഉം കട്ട് ചെയ്താൽ താഴെ √2 വരും. √3/√2 എന്ന് കിട്ടും. √3/2. √3/√2ഉം 15 ഡിഗ്രിയും വരുന്നത് ഓപ്ഷൻ 4 ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. റെഡിയാണോ? ഇതാണ് പ്രിസത്തിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഞാൻ കൂടുതലും മുമ്പോട്ട് പോകുന്നില്ല, കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ എൻഡ് ഗെയിം സ്റ്റാർട്ട് ചെയ്യും. സോ നമുക്കത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്കിനി വരുന്നത് ബേസിക്കലി 10 days ചലഞ്ചും 100 ക്വസ്റ്റ്യൻ സീരീസുമാണ്. അതിലാണ് മാക്സിമം നമ്മളിനി റിവിഷനിലേക്ക് പോകാൻ വേണ്ടി പോകുന്നത്. സോ അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, ഉഷാറായിട്ട്